എന്തിനാണ് അല്ലാഹു ഈ റസൂലിനെ ഈ മുബയ്യിനാത്തായ വ്യക്തമായ ആയത്തുകളുമായി അയച്ചത്? ലിയുഖ്രിജല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ഈമാനും അമലുസ് സാലിഹാത്തുമുള്ള സത്യവിശ്വാസവും യഥാർത്ഥ വിശ്വാസവും സാലിഹായ നല്ല പ്രവർത്തനങ്ങളും ചെയ്യുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ, രക്ഷപ്പെടുത്താൻ. മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. നോക്കി, ഇരുട്ടുകൾ എന്നതിന് അല്ലാഹു ജംആണ്, ബഹുവചനമാണ് പറഞ്ഞത്, ദുൽമത്തുൻ എന്നല്ല. ദുൽമാത് ഇരുട്ടുകൾ എന്നാണ് പറഞ്ഞത്. എന്നാൽ പ്രകാശത്തെ അല്ലാഹു അന്നൂർ എന്ന ഒറ്റ വാക്കാണ് പറഞ്ഞത്. അൻവാർ പ്രകാശങ്ങൾ എന്ന് പറഞ്ഞില്ല, അന്നൂർ എന്നാണ് പറഞ്ഞത്. കാരണം അതൊന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ വെളിച്ചം, ബാക്കിയൊക്കെ ഇരുട്ടാണ്. ഒരേ ഒരു മാർഗം ഇസ്ലാം, അത് മാത്രമാകുന്നു റബ്ബ് അവതരിപ്പിച്ച ശരിയായ മാർഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് وعلى آله وأصحابه أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الثبات في الأمر والعزيمة على الرشد، ونسألك موجبات رحمتك وعزائم مغفرتك، ونسألك شكر نعمتك وحسن عبادتك، ونسألك قلوبا سليمة وألسنة صادقة، ونسألك من خير ما تعلم ونعوذ بك من شر ما تعلم، ونستغفرك لما تعلم إنك أنت علام الغيوب. أما بعد. സൂറത്തു അത്വലാഖ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറഞ്ഞു, ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. واللائي يئسن من المحيض من نسائكم إن ارتبتم فعدتهن 3 أشهر واللائي لم يحضن وأولاة الأحمال أجلهن أن يضعن حملهن ومن يتق الله يجعل له من أمره يسرا ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. الله سبحانه وتعالى പറയുന്നു, واللائي يئسن, واللائي അതായത് ഒരു കൂട്ടം സ്ത്രീകൾ. ആരാണ് അവർ? യഇസ്ന മിനൽ മഹീദ്, മഹീദിൽ നിന്ന് യഅസുണ്ടായ, മഹീദ് എന്നാൽ ഹൈദ്, ഹൈദിൽ നിന്ന് യഅസ് എന്നാൽ നിരാശയുണ്ടായ സ്ത്രീകൾ, അഥവാ ഹൈദ് നിലച്ച സ്ത്രീകൾ, ആർത്തവം നിലച്ച സ്ത്രീകൾ. മിൻ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽപ്പെട്ട ആർത്തവം നിലച്ച സ്ത്രീകൾ. ഇനി ഇർതബതും, നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ, അഥവാ അവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്, വൽമുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 3 ഖുറൂ. തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ അവരവരുടെ കാര്യത്തിൽ കാത്തിരിക്കണം 3 ഖുറൂ, 3 ഖറ, അഥവാ 3 ശുദ്ധികാലം, 3 ആർത്തവം കഴിയുന്നത് വരേക്കും അവർ കാത്തിരിക്കണം. 3 ആർത്തവം കഴിയുന്നത് വരെ അവർ തലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ കീഴിൽ നിന്ന് പൂർണ്ണമായി മോചിതയാകുന്നില്ല. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം, ആദ്യത്തെ 2 തലാഖുകളാണെങ്കിൽ. ഈ 3 ആർത്തവ കാലത്തിനുള്ളിൽ മഹറോ പുതിയ നിക്കാഹോ പെണ്ണിന്റെ സമ്മതമോ ഇല്ലാതെ തിരിച്ചെടുക്കാം. എന്നാൽ ഇത് ആർത്തവമുള്ള സ്ത്രീകൾക്കാണല്ലോ 3 ആർത്തവം ഉണ്ടാവുക. അതില്ലാത്ത സ്ത്രീകൾ തലാഖ് ചൊല്ലപ്പെട്ടാൽ എന്താണ് എന്നാണ് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വല്ലാഹി യഇസ്ന മിനൽ മഹീദ് മിൻ നിസായിക്കും ഇൻ ഇർതബതും, ആർത്തവം നിലച്ച സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഫഇദ്ദതുഹുന്ന, അവരുടെ ഇദ്ദ, അവർ തലാഖ് ചൊല്ലപ്പെട്ടാൽ കാത്തിരിക്കേണ്ടത്, അഥവാ പുതിയ വിവാഹം അവർക്ക് പാടില്ലാത്ത പഴയ ഭർത്താവിന്റെ കീഴിൽ തന്നെ കഴിയേണ്ടുന്ന സമയം 3 അശ്ഹുർ,
3 മാസങ്ങളാകുന്നു. വല്ലായി ലം യഹിദ്, വല്ലായി അതുപോലെ ഏത് സ്ത്രീകൾക്കും, ലം യഹിദ് ഹൈദ് വരാത്ത സ്ത്രീകൾക്കും, ഹൈദ് വന്നിട്ടില്ലാത്ത കുട്ടികൾ, പെൺകുട്ടികൾ, അതാണ് ഇവിടെ ഉദ്ദേശം. അവർ വിവാഹിതരായിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തത് വളരെ ചെറിയ പ്രായത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. ഒരു പെണ്ണിന്റെ വലിയന്, രക്ഷാകർത്താവിന് ആ പെൺകുട്ടിക്ക് അത് ദുനിയാവിലും ആഖിറത്തിലും നന്മയാവും എന്ന് തോന്നിയാൽ യോജിച്ച ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കൽ. അതിന് ഒരുപാട് കാര്യങ്ങൾ, മസ്ലഹത്തുകൾ ആ പെൺകുട്ടിയുടെ ദുനിയാവും ആഖിറത്തും ഉറപ്പുവരുത്തേണ്ടത് അയാൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. പെണ്ണിന്റെ വലിയന് അത് തോന്നിയതുപോലെ ചെയ്യാനോ ഈ പെൺകുട്ടിക്ക് ഈ ലോകത്താകട്ടെ പരലോകത്താകട്ടെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ ചെയ്യാനോ ഒരിക്കലും പാടില്ലാത്തതാണ്. പക്ഷെ ഇസ്ലാമിൽ അത് അനുവദിക്കപ്പെട്ടതാണ്. ഇങ്ങനെ ആ പെണ്ണിന് നന്മയാണ്, പെൺകുട്ടിക്ക് നന്മയാണ് അതെങ്കിൽ, അങ്ങനെ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി വിവാഹം ചെയ്യപ്പെടുകയും തലാഖ് ചെല്ലപ്പെടുകയും ചെയ്താൽ, ഹൈദിന് മുമ്പ് തലാഖ് ചെല്ലപ്പെട്ടാൽ അവരുടെയും ഇദ്ദ 3 മാസമാകുന്നു. ആർത്തവമുണ്ടായി നിലച്ചുപോയ പ്രായമുള്ള സ്ത്രീകളുടെയും അതല്ലാതെ ആർത്തവം വരാത്ത പെൺകുട്ടികളുടേതും. ഇനി ചില ആളുകൾക്ക് അതല്ലാത്ത രൂപത്തിൽ ആർത്തവമേ ഇല്ലാത്ത വല്ല അവസ്ഥയും ഉണ്ടായാലും ഇങ്ങനെയാണ് വിധി. 3 അശ്ഹൂർ 3 മാസം കാത്തിരിക്കണം. വഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അൻ യദഅന ഹംലഹുൻ. വഉലാത്തുൽ അഹ്മാൽ, ഉലാത്തുൽ അഹ്മാൽ എന്നാൽ ഹംലുള്ള സ്ത്രീകൾ അഥവാ ഗർഭിണികൾ. അജലുഹുന്ന അവരുടെ അവധി അഥവാ അവരുടെ ഇദ്ദ അൻ യദഅന ഹംലഹുൻ, അവർ പ്രസവിക്കുന്നത് വരേക്കാണ്. അഥവാ അവരുടെ ഇദ്ദ അവസാനിക്കുക പ്രസവിച്ചാൽ. ഇന്നൊരു പെണ്ണ് തലാഖ് ചൊല്ലപ്പെട്ടു, നാളെ രാവിലെ ആകുമ്പോഴേക്കും പ്രസവിച്ചു, ഗർഭിണിയാണ്, പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഇദ്ദ അവസാനിച്ചു അതോടെ. അപ്പൊ അവരുടെ ഇദ്ദ അവർ പ്രസവിക്കുന്നത് വരേക്കാണ്. വമൻ യത്തഖില്ലാഹ്, ആരല്ലാഹുവിനെ സൂക്ഷിച്ചോ, യജ്അൽ ലഹു, അല്ലാഹു അവനെ ഏർപ്പെടുത്തി കൊടുക്കും, മിൻ അംരിഹി യുസ്റാ, അല്ലാഹു അവന്റെ കാര്യം എളുപ്പമാക്കി കൊടുക്കും അല്ലാഹുവിനെ സൂക്ഷിച്ചു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, യഖൂലു തആല, അല്ലാഹു പറയുന്നു, മുബയ്യിനൻ ലിഇദ്ദത്തിൽ ആയിഷ, ഹൈദ് നിലച്ചിട്ടുള്ള വൃദ്ധകളായ സ്ത്രീകളെ കുറിച്ച് അല്ലാഹു അവരുടെ ഇദ്ദ എത്രയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നു. ആരാണ് ആയിഷ? വഹിയല്ലതി ഖദ് ഇൻഖതഅ അൻഹൽ ഹൈദു ലികിബരിഹാ, പ്രായമേറിയത് കാരണത്താൽ ആർത്തവം നിലച്ച സ്ത്രീ, അവർക്കാണ് ആയിഷ എന്ന് പറയുന്നത്. യസ്ണ്ടായ ആ കാര്യത്തിൽ ഇനി ആശയില്ല, ഇനി ആർത്തവം വരുന്ന ആശയില്ല, ഇതിൽ നിരാശരായി എന്ന് പറഞ്ഞാൽ അത് നിലച്ചു. അന്നഹാ 3 അശ്ഹൂർ, 3 മാസമാണ് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഇദ്ദ. ഇവദൻ അനി 3 ഖുറൂഇ ഫി ഹഖ് മൻ തഹീദ്, ഹൈദുള്ള സ്ത്രീകളുടെ ഇദ്ദ 3 ആർത്തവകാലമാണല്ലോ, അതിനു പകരമായിക്കൊണ്ട്. കമാ ദല്ലത അലാ ദാലിക ആയത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലാണ് നേരത്തെ പറഞ്ഞ കാര്യമുള്ളത്. അഥവാ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകളുടെ ഇദ്ദ 3 ആർത്തവകാലമാകുന്നു. ആ ആയത്താണ് ആദ്യം അവതരിച്ചത്. അപ്പൊ അതിൽ ആരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ബഹുഭൂരിപക്ഷം സ്ത്രീകളെ കുറിച്ചാണ്. കാരണം ബഹുഭൂരിപക്ഷം സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അവർ ആർത്തവമുള്ളവരായിരിക്കും പൊതുവെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്ന ഹാദാ ശൈഉൻ കതബഹു അല്ലാഹു അലാ ബനാതി ആദം, അല്ലാഹു ആദം സന്തതികളുടെ പെൺമക്കൾക്ക് രേഖപ്പെടുത്തിയതാണ് ഹൈദ്, ആർത്തവം എന്നത്. അല്ലാഹുവിനാണ് അതിന്റെ ഹിക്മത്ത് അറിയാം. വകദ, ഇതുപോലെ ഈ ആർത്തവം നിലച്ചുപോയ സ്ത്രീകളുടേത് 3 മാസമാണ്, പ്രായം കൊണ്ട് നിലച്ചുപോയവരുടേതും. വകദ, അതുപോലെ അസ്സിഗാർ, ചെറിയ പെൺകുട്ടികൾ, അല്ലാഇ ലം യബ്ലുഗ്ന സിന്നൽ ഹൈദി അന്ന ഇദ്ദതഹുന്ന കഇദ്ദത്തിൽ ആയിഷത്തി 3 അശ്ഹൂർ, അവരുടേതും ഇദ്ദ എന്ന് പറഞ്ഞാൽ 3 മാസമാണ്. അതൊരിക്കലും ഇസ്ലാം എന്തെങ്കിലും കാടൻ നിയമം, പ്രാകൃത നിയമം പഠിപ്പിച്ചതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് അറിയുക മനുഷ്യൻ എന്താണ് ഖൈർ,
ആണിനും പെണ്ണിനും എന്താണ് നന്മ. അല്ലാഹുവിന്റെ ദീനിൽ ഒരു കാര്യം ഹലാലാണെങ്കിൽ നമ്മൾ അതിനെ പരിഹസിക്കാനോ അതിനെ വെറുക്കുവാനോ പാടില്ലാത്തതാണ്. അല്ലാഹുവിന്റെ ദീനിൽ അനുവദിക്കപ്പെട്ടതാണ്. അതിന്റെ ഒരാളോടും ദുൽമ് പാടില്ല, ഒരാളോടും ദിറാർ പാടില്ല, ദ്രോഹം പാടില്ല എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വമാണ്. ലാ ദററ വലാ ദിറാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദററില്ല, ദ്രോഹം വരുത്തിവെക്കലില്ല, തനിക്കോ മറ്റുള്ളവർക്കോ വരുത്തിവെക്കുന്ന ഒരു പ്രവർത്തനവും ഇസ്ലാമിൽ പാടില്ല. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നിയമമാണ്. ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ദുർറ് വരുന്ന രൂപത്തിൽ, പ്രയാസം വരുന്ന രൂപത്തിൽ, അവൾ അനീതിക്ക് വിധേയയാകുന്ന രൂപത്തിൽ ഒരിക്കലും അവളെ വിവാഹം ചെയ്യിക്കാൻ പാടില്ല. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതല്ലാത്ത രൂപത്തിൽ മാത്രമേ പാടുള്ളൂ. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളെ വിവാഹം ചെയ്തു കൊടുത്തതുപോലെ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പദവി ഈ ലോകത്തും പരലോകത്തും ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ലോകത്തും പരലോകത്തും എല്ലാ ഖൈറും എല്ലാ ശ്രേഷ്ഠതയും അവർക്ക് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നതുപോലെ ഖൈറാകുന്ന അവസരത്തിൽ അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. ഇസ്ലാമിൽ അനുവദനീയമാണ്. പെൺകുട്ടികൾ ഹൈദ് വരാത്തവരാണെങ്കിലും അവരുടെ രക്ഷാകർത്താക്കൾ അവർക്ക് ഖൈറാണെങ്കിൽ വിവാഹം ചെയ്തു കൊടുക്കുക എന്നത്. എന്നാൽ ദ്രോഹം വരുത്തുന്ന യാതൊരു പ്രവർത്തനവും അവൾക്ക് നേരെ അവളുടെ ഭർത്താവോ അവളുടെ വലിയോ ഒരാളും തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അവളുമായുള്ള ശാരീരിക ബന്ധം അതിനുള്ള ശേഷി പെൺകുട്ടിക്കുണ്ടെങ്കിൽ മാത്രമേ അവളുമായി പാടുള്ളൂ എന്നത് ഇസ്ലാമിലെ നിയമമാണ്. അവളുമായിട്ടുള്ള ശാരീരിക ബന്ധം അവൾക്ക് സാധിക്കുമെങ്കിൽ, അവൾക്ക് ശാരീരികമായി ആരോഗ്യപരമായി പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വല്ല വിഷമങ്ങളും ഉണ്ടാക്കുകയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭർത്താവിന് പാടും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇങ്ങനെ ചെറിയ പെൺകുട്ടികളുടേതും അവർ തലാഖ് ചെല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഇദ്ദ 3 മാസമാകുന്നു. 3 ഹൈദല്ല, കാരണം അവർക്ക് ഹൈദില്ലല്ലോ. 3 മാസം അവർ കാത്തിരിക്കുക. അവർ ആ സമയത്ത് അവരുടെ ചെലവ് ഭർത്താവാണ് വഹിക്കേണ്ടത്. അയാളുടെ കീഴിൽ നിന്ന് അവൾ പൂർണ്ണമായി മോചിതയായിട്ടില്ല. ഇതാണ് ആയിഷയുടെ ഹുക്കും. അതുപോലെ സഗീറത്തായ പെൺകുട്ടിയുടേതും ഹുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇനി ഇർതബതും, നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ ഇതാണ് അവരുടെ വിധി എന്ന് പറഞ്ഞു. വഉലാത്തുൽ അഹ്മാൽ, ഗർഭിണികളായ സ്ത്രീകൾ, അജലുഹുന്ന, അവരുടെ അവധി, അയദഅന ഹംലഹുൻ, അവർ ഗർഭം പ്രസവിക്കുന്നത് വരേക്കാകുന്നു. ഇത് തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകളുടേത് മാത്രമല്ല, പിന്നെ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളുടേതും ഇങ്ങനെയാണ്. ഗർഭിണികളാണെങ്കിൽ സാധാരണ ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചാൽ അവളുടെ ഇദ്ദ എത്രയാണ്? 4 അശ്ഹുരി വ 10. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, അവരുടെ ഇദ്ദ, അവർ കാത്തിരിക്കേണ്ടത് ഭർത്താവുമായി അവർ ഏത് വീട്ടിലാണോ താമസിച്ചത് അവിടെ കഴിയേണ്ടത് 4 അശ്ഹുരി വ 10, 4 മാസവും 10 ദിവസവുമാണ്. ഏതാണ് 4 മാസം? നമ്മൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള 4 മാസമാണ് നോക്കേണ്ടത്, അല്ലാതെ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചിട്ടുള്ളതല്ല. ഇപ്പൊ ദിവസങ്ങളുടെ എണ്ണം കൂടും, ഇത് ദിവസങ്ങളുടെ എണ്ണം കുറവാണ്. അതാണ് സ്ത്രീ ഭർത്താവ് മരിച്ചാൽ അവളുടെ ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. ഗർഭിണികളുടേത് ഒഴികെ ഈ 4 മാസവും 10 ദിവസവും അവൾ വേറെ വിവാഹം അവളെ ആരും ആലോചിക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ ഭർത്താവുമായി ഏത് വീട്ടിലാണോ അവരുടെ കുടുംബജീവിതം നയിച്ചത് ആ വീട്ടിൽ അവർ കഴിയണം. പുറത്തിറങ്ങാൻ പാടില്ല. അവർക്ക് പുറത്തിറങ്ങുക എന്നത് പാടില്ലാത്തതാണ് 4 മാസവും 10 ദിവസവും. ഒഴിവാക്കാൻ പറ്റാത്ത അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ. എന്താണ് ഒഴിവാക്കാൻ പറ്റാത്ത അത്യാവശ്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് സുഖമില്ലാതായി, അവർക്ക് കാണിക്കണം, ഡോക്ടറെ കാണണം എന്നതുപോലെ, ഇങ്ങോട്ട് വന്ന് ചികിത്സിക്കാൻ സൗകര്യമില്ല, അപ്പോൾ അവർക്ക് പുറത്തേക്ക് പോകാം എന്നതുപോലെ. അല്ലാതെ മരിച്ച വീട്ടിലോ ബന്ധു വീട്ടിലോ രോഗികളെ സന്ദർശിക്കാനോ വിവാഹത്തിനോ ഒന്നും തന്നെ ഈ ഭർത്താവ് മരിച്ച ഇരിക്കുന്ന സ്ത്രീകൾക്ക് പോകാൻ 4 മാസവും 10 ദിവസവും പോകാൻ പാടില്ലാത്തതാണ്. അതുപോലെ മൈലാഞ്ചി പോലെയുള്ള അലങ്കാരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ അലങ്കാരങ്ങൾ, ആഭരണങ്ങൾ അണിയാൻ പാടില്ല. അതുപോലെ വളരെ മുന്തിയ രൂപത്തിൽ ഉള്ള വസ്ത്രങ്ങൾ അണിയാൻ പാടില്ല. സാധാരണ രൂപത്തിലുള്ള വസ്ത്രം, ഒരു അലങ്കാരത്തിന്റെ വസ്ത്രം എന്ന് തോന്നിപ്പിക്കാത്ത രൂപത്തിലുള്ള വളരെ നിറങ്ങളും വർണ്ണങ്ങളും ഒക്കെ അടങ്ങിയ അങ്ങനെയുള്ള വെള്ള തന്നെ ധരിക്കണം എന്നല്ല, പക്ഷേ അലങ്കാരം എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുക, സാധാരണ വസ്ത്രം ധരിക്കുക.
ഇതൊക്കെയാണ് 4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ച സ്ത്രീകൾ പാലിക്കേണ്ട നിയമങ്ങൾ. അത് ഭർത്താവിനോടുള്ള ആദരവാണ്, ആ ഭർത്താവുമായുള്ള ബന്ധത്തിനോടുള്ള ആദരവാണ്. അത് പെണ്ണിനോടുള്ള ദുൽമല്ല, അത് പെണ്ണിനോടുള്ള ദുൽമല്ല. ഭർത്താവിനോടുള്ള സ്നേഹമുള്ള സലീമായ ഫിത്രത്തുള്ള നല്ല അള്ളാഹു നൽകിയ ശുദ്ധ പ്രകൃതിയുള്ള സ്ത്രീകൾക്ക് അതാവശ്യമാണ്. ആ സമയത്തേക്ക് അവർ പുതിയ വിവാഹം അവർക്ക് പാടില്ല എന്നത്. അവർക്ക് എല്ലാ ഖൈറും ഉള്ളത് അള്ളാഹുവിന്റെ നിയമങ്ങളിലാണ്. എന്നാൽ ഭർത്താവ് മരിച്ച സ്ത്രീകളാണോ, ഗർഭിണികളായ സ്ത്രീകളാണോ, അവരുടെ ഇദ്ദ പ്രസവിക്കുന്നത് വരേക്കാണ്. ഇന്ന് ഭർത്താവ് മരിച്ചു, നാളെ പെണ്ണ് പ്രസവിച്ചു, ഇദ്ദ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നു, വഉലാത്തുൽ അഹ്മാൽ, ഗർഭിണികളായ സ്ത്രീകൾ അജലുഹുന്ന, അവരുടെ അവധി യദഅന ഹംലഹുൻ, അവരുടെ ഗർഭം പ്രസവിക്കുന്നത് വരേക്കാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, യഖൂലു തആല വമൻ കാനത് ഹാമിലൻ ഫഇദ്ദതുഹാ ബിവദ്ഇഹി വലൗ കാന ബഅദ അത്തലാഖി ഔൽ മൗതി ബിഫുവാഖി നാഖത്തിൻ. ഒരു പെണ്ണ് ഗർഭിണിയാണെങ്കിൽ അവളുടെ ഇദ്ദ പ്രസവിക്കുന്നത് വരേക്കാണ്. വലൗ കാന ബഅദ അത്തലാഖി ഔൽ മൗതി ബിഫുവാഖി നാഖത്തിൻ, ഗർഭിണിയുടെ ഇദ്ദ പ്രസവിക്കുന്നത് വരേക്കാണ്. തലാഖ് ചൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടും എത്ര സമയം മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും, ഉദാഹരണത്തിന് ഒരു പെണ്ണിനെ, ഗർഭിണിയായ ഒരു പെണ്ണിനെ ഭർത്താവ് തലാഖ് കൊല്ലും, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി, എന്നിട്ട് അവൾ പ്രസവിച്ചു. ഫുവാഖുനാഖ എന്ന് പറഞ്ഞാൽ ഒരൊട്ടകത്തിനെ കറക്കുക, ഒരു പിടി പിടിച്ച് കറന്ന് എന്നിട്ട് അടുത്തത് പിടിക്കുന്ന സമയം വളരെ ചുരുങ്ങിയ സമയമാണ്. അത്രയും നിസ്സാരമായ യസീറായ സമയത്തിനുള്ളിലാണ് പെണ്ണ് പ്രസവിച്ചതെങ്കിൽ കൂടി എന്ത് കഴിഞ്ഞു? ഇദ്ദ കഴിഞ്ഞു എന്നാണ് ഫി ഖൗലി ജുംഹൂരിൽ ഉലമാഇ മിനസ് സലഫി വൽ ഖലഫ്, മുൻഗാമികളും പിൻഗാമികളുമായ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ഇതാണ്. അതിനാണ് തെളിവുള്ളതും. കമാ ഹുവ നസ്സു ഹാദിഹിൽ ആയത്തിൽ കരീമ വകമാ വറദത് ബിഹി സുന്നത്തുൻ നബവിയ്യ അലാ സാഹിബിഹാ അസ്സലാത്തു വസ്സലാം. ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും തെളിവ് വന്നിട്ടുള്ളതുപോലെ. സുബൈഅ അൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ എന്ന മഹദിയായ ഒരു സഹാബി, അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു, അവർ ഗർഭിണിയായിരിക്കും. സുബൈഅ അൽ അസ്ലമിയ, അസ്ലം ഗോത്രക്കാരിയായ സുബൈഅ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു, അവർ ഗർഭിണിയായിരിക്കും. എന്നിട്ട് അവർ പ്രസവിച്ചപ്പോ അവർ കാണാൻ വരുന്ന ഖുത്താബ്, അവരെ വിവാഹം ആലോചിച്ചു വരുന്ന ആളുകൾക്ക് വേണ്ടി അവരവരുടെ അലങ്കാരങ്ങളൊക്കെ എടുത്തണിഞ്ഞു. അപ്പോ ഒരു സഹാബി അവരോട് പറഞ്ഞു, പാടില്ല, 4 മാസവും 10 ദിവസം ആയാൽ മാത്രമേ പാടുള്ളൂ. അപ്പൊ അവര് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലുകയും എന്നിട്ട് ചോദിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഇദ്ദ പ്രസവത്തോടെ കഴിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോ നോക്കൂ, സഹാബത്തിനിടയിൽ റളിയല്ലാഹു അൻഹു വളരെ സ്വാഭാവികമായ ഒരു പ്രയാസവുമില്ലാതെ നടന്നു വന്നതാണ് ഭർത്താവ് മരിച്ച സ്ത്രീകളെ വിവാഹം വേഗം അവർക്ക് നടത്തി കൊടുക്കുക എന്നത്. നമ്മുടെ ഉമ്മത്തിൽ, നമ്മുടെ ഈ നാട്ടിൽ അതിൽ ചില പാളിച്ചകൾ നമ്മൾ കാണുന്നു പലരിലും. അത് ഒരിക്കലും പാടില്ലാത്തതാണ്, മുമ്പേ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഭർത്താവ് മരിച്ച സ്ത്രീകളെ അവരുടെ ഇദ്ദ കഴിഞ്ഞാൽ വേഗം അവർക്ക് നല്ല വിവാഹം ബന്ധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നത് അവരുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്, അവരുടെ ബാധ്യതയാണ്. ചിലപ്പോൾ അവർ പറഞ്ഞേക്കും, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞേക്കും. പക്ഷേ അത് കുറെ കാലം പറയുകയില്ല. ചിലപ്പോൾ 1 വർഷം പറഞ്ഞേക്കും, 1 കൊല്ലം വരെ നമ്മൾ ചോദിച്ചാലും ചിലപ്പോൾ അത് പറഞ്ഞേക്കും. എന്നാൽ ഈ പറഞ്ഞതും വെച്ച് നമ്മൾ അവരുടെ ഓളോട് പണ്ട് കുറെ ചോദിച്ചതാണ് എന്ന് പറഞ്ഞ് 2, 3, 4, 5 ഒക്കെ കൊല്ലം കഴിഞ്ഞിട്ടും ആളുകൾ ഇങ്ങനെ നിൽക്കും, വേറെ വിവാഹം ആലോചിക്കുകയില്ല. അത് പാടില്ലാത്തതാണ്. കാലങ്ങൾ ഇങ്ങനെ കഴിയുന്നതിനെ മറക്കും, മനുഷ്യൻ മറക്കും. അവന് ആദ്യത്തെ സദമ, പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പോലെയല്ല, പിന്നീട് കാലം കഴിയുന്നതിന് പ്രയാസങ്ങൾ എളുപ്പമായി മാറും എന്നതുപോലെ അവർ മറക്കും. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞവരോട് അടുത്ത കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും ചോദിക്കുക. അവർക്ക് നല്ല ബന്ധങ്ങൾ കൊണ്ടുകൊടുക്കുക. എങ്ങനെയുണ്ട്, ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിച്ച് ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് വിവാഹം നടത്തി കൊടുക്കുക എന്നത് അവരാരുടെ സംരക്ഷണത്തിന് കീഴിലാണ്. ഉത്തരവാദിത്തപ്പെട്ടവരാരാണോ
പല നാട്ടിലും പലരായിരിക്കും. ചിലപ്പോൾ ആങ്ങളായിരിക്കും, ചിലപ്പോൾ ഉപ്പുണ്ടാവും, ചിലപ്പോൾ കാരണന്മാരായിരിക്കും. ആരാണോ നോക്കുന്നത് അവരത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായേക്കാം. നഊദു ബില്ലാഹ്, നസ്അലുല്ലാഹ അൽ ആഫിയ. പല കുടുംബങ്ങളിലും അങ്ങനെ പിന്നീട് ഉണ്ടായത് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പലരും വളരെ ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും. അവസാനം ചിലപ്പോൾ പെൺമക്കളൊക്കെ വലുതായി അവരുടെയൊക്കെ വിവാഹപ്രായമായ കാലത്തായിരിക്കും ഈ ഉമ്മ ചില സ്ത്രീകളെ കെണിയിൽപ്പെടുത്തുന്ന, അവരെ ഇങ്ങനെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന വൃത്തികെട്ട ചില ആളുകളുടെ കെണികളിൽ അവരുടെ കള്ള പ്രേമബന്ധങ്ങളിലൊക്കെ പെട്ടുപോകുന്നു. കാരണം എന്താ? ഭർത്താവില്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളായിരിക്കും. പുരുഷന്റെ സാമീപ്യത്തിൽ അവർക്ക് ആവശ്യമായിരിക്കും അത്. അവരതുപോലുള്ള മോശമായ കെണികളിൽ വീണുപോയേക്കും. നഊദു ബില്ലാഹ്. ഒരാളും അവന്റെ കുടുംബത്തിൽ അത് വരുന്നത് ആഗ്രഹിക്കുന്നില്ല എന്നതുപോലെ മറ്റുള്ളവരുടെ കുടുംബത്തിലും നമ്മളത് ആഗ്രഹിക്കരുത്. ഒരാളും അവനവന്റെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നതുപോലെ മറ്റുള്ളവരുടെ കുടുംബങ്ങളെ നമ്മൾ കാണുക. അപ്പൊ അങ്ങനെയുള്ള കെണികളിൽ വീണുപോയേക്കും. അപ്പോ കുടുംബക്കാരാകെ അടങ്ങാറാവും. എന്താ കാരണം? വലിയ മോളുണ്ടാവും വിവാഹപ്രായത്തിൽ, ഇപ്പൊ ഉമ്മാന്റെ വിവാഹം കഴിപ്പിച്ച അങ്ങനെ ഉണ്ടാവും എന്നത് യഥാർത്ഥത്തിൽ അതുപോലും തെറ്റല്ല. അത് തെറ്റല്ല. മോളെ വിവാഹം കഴിഞ്ഞിട്ടായാലും ഉമ്മാനെ വിവാഹം കഴിപ്പിച്ചാൽ എന്ത് തെറ്റാണുള്ളത്? ഇതിനൊരു തെറ്റില്ല. പക്ഷെ നാട്ടിൽ അങ്ങനെയാണ്. അപ്പൊ എന്താണ് പരിഹാരം? അതിലൊന്നും നിൽക്കാതെ വേഗത്തിൽ വളരെ വേഗം അവർക്ക് താല്പര്യമുള്ള സമയത്ത് വേറെ വിവാഹം ചെയ്തു കൊടുക്കുക. ഇനി മക്കളെ വിവാഹിതരായാലും ശരി, അല്ലെങ്കിലും ശരി, മക്കളൊക്കെ ആയാലും ശരി, ഭർത്താവില്ലാതെ ഒരു സ്ത്രീ കഴിയുക എന്നത്, ഭാര്യയില്ലാതെ ഒരു പുരുഷൻ കഴിയുക എന്നത് അത് മോശമായ അവസ്ഥയാണ്. അതിൽ പല ഷർറും വന്നേക്കാം. അതുകൊണ്ട് വളരെ വേഗം വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിക്കുകയോ എന്തായാലും ശരി, അതിന്റെ ആളുകളാണത്, അതിനാളുകളെ സഹായിക്കണം. എല്ലാവരും സ്വന്തം കാര്യം ചിലപ്പോൾ പറഞ്ഞോളണമെന്നില്ല. അവരുടെ ലജ്ജ അത് പറയാൻ അവരെ തടസ്സപ്പെടുത്തിയേക്കാം. ആണും കൊണ്ട് എനിക്ക് വേറെ മാപ്പിള നോക്കും എന്നൊരു പെണ്ണ് ചിലപ്പോൾ പറയണമെന്നില്ല. ഒരു പുരുഷൻ ചിലപ്പോൾ പ്രായമായി ഭാര്യ മരിച്ചാൽ പറയണമെന്നില്ല. അപ്പൊ അയാളുടെ പ്രിയപ്പെട്ടവരും അയാളുടെ അടുപ്പക്കാരും ഒക്കെയാണ് അങ്ങനെയുള്ള ആളുകളെ സഹായിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അൻ യദഅന ഹംലഹും. ഈ ആയത്തിനെ കുറിച്ച് ചില സലഫുകൾ, ചില മുൻഗാമികൾ അവർ പറഞ്ഞു, നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, നസലത് സൂറത്തുൻ നിസാഇൽ ഖുസ്റ ബഅദ തൂല. നസലത് സൂറത്തുൻ നിസാ അൽ ഖുസ്റ ബഅദ തൂല. വലിയ സൂറത്തുൻ നിസാഇന് ശേഷം ചെറിയ സൂറത്തുൻ നിസാ അവതരിച്ചു. ഏത് സൂറത്തിനെ കുറിച്ചാണ് അവർ ഉദ്ദേശിച്ചത്? സൂറത്തു തലാഖിനെ കുറിച്ചാണ്. കാരണം അപ്പോൾ ഇത് പിന്നീട് ഇറങ്ങിയ വിധി ആയതുകൊണ്ട് ഇതാണ് പരിഗണിക്കേണ്ടത്. വളരെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. വേറെ ചിലർ ഈ ഹദീസുകൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചിലർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ അവധി ഏതാണോ അതാണ് പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ പ്രസവവും 4 മാസവും 10 ദിവസവും ഏതാണോ വലുത് അത് പരിഗണിക്കണം എന്ന് ചിലർ പറഞ്ഞു. അത് ശരിയല്ല. പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ അത് കൂടിയാലും ശരി കുറഞ്ഞാലും ശരി. കാരണം ഈ ആയത്ത് ആണ് മറ്റുള്ള 4 മാസവും 10 ദിവസവും എന്ന് പറഞ്ഞ ആയത്തിന് ശേഷം, അതുപോലെ 3 ശുദ്ധികാലം എന്ന് പറഞ്ഞ ആയത്തിന് ശേഷം അവതരിച്ചതാണ് ഈ സൂറത്തിലെ ആയത്തുകൾ. വമയത്തഖില്ലാഹ യജഅൽ ലഹു മിൻ അംരിഹി യുസ്റാ. അല്ലാഹുവിനെ സൂക്ഷിച്ചവന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അയുസഹിലു ലഹു അംറഹ വയുയസ്സിറുഹു അലൈഹി വയജഅലു ലഹു ഫറജൻ ഖരീബൻ വമഖ്റജൻ ആജില. അല്ലാഹുവിനെ സൂക്ഷിച്ചവന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. അവന് പോംവഴി അല്ലാഹു കാട്ടിക്കൊടുക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ദാലിക അംറുല്ലാഹ് അൻസലഹു ഇലൈക്കും. ഇതാണ് അല്ലാഹുവിന്റെ അംർ. അവൻ നിങ്ങൾക്ക് ഇത് ഇറക്കി തന്നിരിക്കുന്നു. അഥവാ അല്ലാഹുവിന്റെ വിധിയാണിത്. ഐ ഹുക്മുഹു വശർഉഹു അൻസലഹു ഇലൈക്കും ബിവാസിതത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പഠിപ്പിച്ച അവന്റെ വിധിയും അവന്റെ നിയമവുമാണിത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സന്ദർഭത്തിലും, വിവാഹമാകട്ടെ, തലാഖാകട്ടെ, എന്താകട്ടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ എന്താണ് അവൻ ചെയ്യേണ്ടത് എന്ന് അല്ലാഹു പഠിപ്പിച്ചിരിക്കുന്നു.
അത് തീരുമാനിക്കാൻ അള്ളാഹു മനുഷ്യരെ ഏൽപ്പിച്ചില്ല. അള്ളാഹു ഏതെങ്കിലും നേതാക്കന്മാരെ ഏൽപ്പിച്ചില്ല, ഏതെങ്കിലും പാർട്ടികളെയോ ഏതെങ്കിലും ആചാര്യന്മാരെയോ ഏൽപ്പിച്ചില്ല. അവർ തീരുമാനിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സുബ്ഹാനല്ലാഹ്. അവരെ റബ്ബ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഓരോരുത്തർ മനുഷ്യർ, നമ്മളെ പോലെയുള്ള മനുഷ്യരാണ്. നമ്മുടെ വിവാഹം എങ്ങനെ, നമ്മുടെ തലാഖ് എങ്ങനെ, നമ്മുടെ ജീവിതം എങ്ങനെ എന്നൊക്കെ നമ്മുടെ ഇടപാടെങ്ങനെ, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ എന്നൊക്കെ തീരുമാനിക്കുന്നത് മനുഷ്യരായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സുബ്ഹാനല്ലാഹ്. ഇല്ല, അള്ളാഹു തീരുമാനിക്കുകയും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പഠിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അൻസലഹു ഇലൈക്കും, അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നത്, 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു ഇറക്കിയ നിയമമാകുന്നു ഇത്. നിങ്ങളുടെ നിക്കാഹാകട്ടെ, തലാഖാകട്ടെ, എന്താകട്ടെ, അള്ളാഹുവിന്റെ നിയമം, അവൻ ഇറക്കിയ നിയമം. പിന്നെ എങ്ങനെയാണ് താഴെയുള്ള നിലവാരമില്ലാത്ത ഭൂമിയിലുള്ള മനുഷ്യരുടെ നിയമങ്ങൾ നമ്മൾ എടുക്കുക? നമുക്ക് 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് റബ്ബ് ഇറക്കി തന്ന ആയത്തുകളുള്ളപ്പോൾ ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. നോക്ക്, തഖ്വയുടെ എന്തെന്ത് ഫലങ്ങളാണ് അല്ലാഹു ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു ومن يتق الله يجعل له من أمره يسرا. അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. എന്തൊക്കെയാണ് തഖ്വയുടെ ഫലങ്ങൾ? അല്ലാഹു എവിടെയും കുടുക്കി കളയുകയില്ല, പോംവഴി കാണിച്ചു തരും, റിസ്ഖ് നൽകും. അല്ലാഹു തവക്കുലാക്കിയവൻ അല്ലാഹു മതി. അല്ലാഹു തീരുമാനിച്ച കാര്യം അവൻ നേടിയെടുക്കുന്നവനാണ്. ഓരോന്നിനും അല്ലാഹു സമയവും തോതും നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ചവൻ അള്ളാഹു കാര്യം എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ചവന്റെ സയ്യിആത്ത് അള്ളാഹു പുറത്തു കൊടുക്കും. റബ്ബിനെ സൂക്ഷിക്കുന്നവനാണ്. എന്നിട്ടും മനുഷ്യൻ എന്ന രൂപത്തിൽ അവന് പറ്റിപ്പോകുന്ന പാപങ്ങൾ അള്ളാഹു കഫറ, അവൻ മായ്ച്ചു കളയും. യുകഫിർ അൻഹു സയ്യിആതിഹി. തക്ഫീർ ചെയ്താൽ, അള്ളാഹു അത് മായ്ച്ചു കളഞ്ഞാൽ പിന്നെ അതിന്റെ അസർ ഈ ലോകത്തും പരലോകത്തും ഉണ്ടാവുകയില്ല. ഇല്ലെങ്കിലോ അതിന്റെ അസർ, അതിന്റെ ഫലം ഈ ലോകത്തുണ്ടാവും, പരലോകത്തുണ്ടാവും. ഈ ലോകത്ത് പാപങ്ങൾക്ക് ഫലങ്ങളുണ്ട്, അനന്തര ഫലങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ വല്ലാതെ പേടിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. പാപങ്ങളുടെ ഫലങ്ങൾ, ഈ ലോകത്തുള്ള ഫലങ്ങൾ അറിഞ്ഞാൽ തന്നെ മതി ബുദ്ധിയുള്ളവന് അത് ഒഴിവാക്കാൻ. ഈ ലോകത്ത് അതിന് ഫലങ്ങളുണ്ട്, അതിന്റെ ആസാർ, അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും, സംശയമില്ല. അള്ളാഹുമായുള്ള വഹ്ശത്തിലായി പോകും നമ്മൾ. റബ്ബുമായി ബന്ധമില്ലാത്തവൻ, റബ്ബിൽ നിന്ന് നമ്മുടെ ഖൽബിനും റബ്ബിനും ഇടയിൽ മറയിട്ട് കളയും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ കൊണ്ട്. അതിനേക്കാളും വലിയ ദൗർഭാഗ്യം മറ്റൊന്നുമില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട്, അവനെ കാണാനുള്ള മോഹം കൊണ്ട്, റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം കൊണ്ട് നീ നിന്റെ തെറ്റുകൾ ഉപേക്ഷിക്കുക. അത്ര വലിയ നിലവാരത്തിൽ നിനക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നീ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച മഹത്തായ കൺകുളിർമയേകുന്ന സുന്ദരമായ സുഖങ്ങളുണ്ട്, അതിനുവേണ്ടി തെറ്റുകൾ ഉപേക്ഷിക്കും. അത്രത്തോളം നിനക്ക് നിന്റെ നിലവാരം എത്തുന്നില്ലെങ്കിൽ നരകത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച ശിക്ഷകൾ, അപമാനം, അവിടെയുള്ള കഠിനകഠോരമായ ശിക്ഷകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ തെറ്റുകൾ ഉപേക്ഷിക്കും. അതിനും നിനക്ക് സാധിക്കുന്നില്ലേ, നീ മനസ്സിലാക്കിക്കോളൂ, അള്ളാഹു നിന്നെ ജഹീമിന് വേണ്ടി പഠിച്ചതാണ്, നരകത്തിന് വേണ്ടി പഠിച്ചതാണ്, നഈമിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി പഠിച്ചതാണ്. നഊദു ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ റൗദത്തുൽ മുഹിബ്ബീൻ വനുസ്ഹത്തുൽ മുഷ്താഖീൻ എന്ന കിതാബിൽ പറഞ്ഞ വളരെ സുന്ദരമായ ഒരു വാക്കാണ്. കൽബുള്ളവന്റെ കൽബ് തട്ടി ഉണർത്തുന്ന വാക്കാണ്. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം കൊണ്ട് നീ തെറ്റുകൾ ഉപേക്ഷിക്കും. അത്രയും നിന്റെ മനസ്സ്, നിന്റെ കൽബ് നിലവാരത്തിലെത്തിയിട്ടില്ലേ? സ്വർഗത്തിനു വേണ്ടി അള്ളാഹുവിടെ വെച്ച് ഒരുക്കി വെച്ച സുഖങ്ങൾ ഓർത്ത് നീ തെറ്റുകൾ ഉപേക്ഷിക്കും. അതിനും നിന്റെ മനസ്സ് നിലവാരത്തിലെത്തിയില്ലേ എന്ന് പറഞ്ഞാൽ നല്ല നിലവാരമുള്ളവനാണ് ചെറിയ വിലക്ക് വിൽക്കാതെ, നിസാരമായത് വാങ്ങാതെ മുന്തിയത് വാങ്ങാൻ. നിസാരമായത് വാങ്ങാൻ അവസരം ഉണ്ടാവും, അപ്പൊ അത് ചെയ്യുകയില്ല, അതവിടെ പിടിച്ചു വെക്കും, ക്ഷമിക്കും. എന്നിട്ടതാ വലിയ ലാഭം വരാനുണ്ട്, അത് നോക്കും.
അത് ബുദ്ധിയുള്ളവനാണ് ചെയ്യുക. അപ്പൊ അത് ചെയ്യാൻ നീ ശ്രമിക്കുക. അതിനു സാധിക്കുന്നില്ലേ അള്ളാഹു ഒരുക്കി വെച്ച നരകശിക്ഷ, അത് പേടിച്ചു തെറ്റി. ഇതിനും സാധിക്കുന്നില്ലെങ്കിൽ ജഹീമിന് വേണ്ടിയാണ് പടക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതെല്ലാം നമ്മെ അള്ളാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമാണ്. ഏതുകൊണ്ടാണ് നമുക്ക് തഖ്വ കിട്ടുക? അതിൽ നമ്മൾ മുഴുകുക. അള്ളാഹുവിന്റെ ഖുർആൻ ധാരാളമായി ഓതുക. അള്ളാഹുവിന്റെ കിതാബ് നോക്ക്, സ്വർഗത്തെക്കുറിച്ചുണ്ട്, നരകത്തെക്കുറിച്ചുണ്ട്. അള്ളാഹു ദുനിയാവിൽ പാപികൾക്ക് നൽകിയ ശിക്ഷകളുണ്ട്. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നല്ല ആളുകൾക്ക് നൽകിയ സുഖങ്ങളും സൗകര്യങ്ങളും വിജയവുമുണ്ട്. ഇങ്ങനെ നന്നാവാനുള്ളവന് എങ്ങനെ നന്നാവാനും വിവിധങ്ങളായ ഉദാഹരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. കിതാബൻ മുതശാബിഹൻ മഥാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله. അള്ളാഹു പറഞ്ഞതുപോലെ കിതാബൻ മുതശാബിഹൻ മഥാനി, ഒരുപോലെയുള്ള ആയത്തുകൾ, ആവർത്തിച്ച് വരുന്ന ആയത്തുകൾ. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് പറയുന്ന, മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞാൽ കാഫിറുകളെ കുറിച്ച് പറയുന്ന, നല്ലവരെ കുറിച്ച് പറഞ്ഞാൽ മോശമായവരെ കുറിച്ച് പറയുന്ന ഉദാഹരണങ്ങൾ വിവരിക്കുന്ന ഖുർആൻ. അത് കേട്ടാൽ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ അത് വിറക്കും, അതിൽ ചലനമുണ്ടാകും. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, പിന്നെ അവരുടെ തൊലികൾ എന്ന് പറഞ്ഞ അവയവങ്ങൾ മുഴുവൻ അതിൽപ്പെട്ടു. ഇവിടെയാണ് തൊലിയില്ലാത്തത്. പിന്നെ അവരുടെ ശരീരവും അവരുടെ തൊലിയും അവരുടെ ഖൽബുകളും എല്ലാം റബ്ബിന്റെ ദിക്റിലേക്ക് അത് അലിഞ്ഞ് താഴ്മയോടെ ചെല്ലുന്നതാണ്. ഇങ്ങനെയുള്ളതാണ് അള്ളാഹുവിന്റെ ഖുർആൻ. എന്നതുപോലെ നമ്മെ നന്നാക്കുന്ന എന്താണ് അത് സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളുമാണെങ്കിൽ അത് കൂടുതലായി പഠിക്കുക. നരകത്തെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളാണ് ഒരുവന് കൂടുതൽ റബ്ബിലേക്ക് ദീനിലേക്ക് അടുപ്പിക്കുന്നതെങ്കിൽ അതവൻ കൂടുതലായി കേൾക്കുക. എന്നതുപോലെ റബ്ബിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായി പഠിക്കുക. സാലിഹുകളായ നല്ല ആളുകൾ, റബ്ബിനോട് അടുപ്പമുള്ള ആളുകൾ, തെറ്റുകളിലേക്ക് നമ്മെ ചൂണ്ടിക്കാണിച്ചു തരാത്ത, പുതിയ ഹറാമുകൾ ഇതാ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തരാത്ത നല്ലവരായ ആളുകളെ കൂട്ടുക, അവരുടെ കൂടെ കൂടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസ്, മസലുൽ ജലീസി സ്സാലിഹി വൽ ജലീസി സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. നല്ല കൂട്ടുകാരന്റെയും മോശം കൂട്ടുകാരന്റെയും ഉദാഹരണം അതാ മിസ്ക്, അത് ചുമന്ന് നടക്കുന്ന, കസ്തൂരി വഹിച്ച് നടക്കുന്ന ഒരാളുടെയും ഒരു ഇരുമ്പ് ഊതുന്ന കൊല്ലപ്പണി എടുക്കുന്ന ഒരാളുടെയും പോലെയാണ്. കസ്തൂരി വിറ്റ് നടക്കുന്ന ഒരാളുടെ അടുത്ത് നീ ചെന്നാൽ, സുഗന്ധം വിൽക്കുന്ന ഒരാളുടെ കൂടെ നീ കൂടിയാൽ ചിലപ്പോൾ വെറുതെ അന്നേക്കും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ ഒന്ന് പുരട്ടിത്തരും. ഇനിയൊന്നുമില്ലെങ്കിൽ അതിന്റെ ഒരു സുഗന്ധമെങ്കിലും അവിടെ നിന്നാൽ കിട്ടുമല്ലോ. എന്നാൽ മറ്റേ ആളുടെ അടുത്തേക്ക് ചെന്നാൽ തീയും പുകയും കൊണ്ട് നിന്റെ വസ്ത്രം കരിഞ്ഞേക്കും, നിന്റെ ശരീരം പൊള്ളിയേക്കും. ഒന്നുമില്ലെങ്കിലും മോശമായ ഗന്ധമെങ്കിലും ദുർഗന്ധമെങ്കിലും അനുഭവിക്കേണ്ടി വരും. അൽമർഉ അലാ ദീനി ഖലീലിഹി ഫലിയൻദുർ അഹദുകും മൻ യുഖാലിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അയാളുടെ കൂട്ടുകാരന്റെ ദീനിലാണ്, ഉറ്റ കൂട്ടുകാരന്റെ ദീനിലാണ്. ഫലിയൻദുർ അഹദുകും മൻ യുഖാലിൽ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കുക, ആരോടാണ് അവൻ കൂട്ടുകൂടുന്നത്. സ്വാധീനിക്കപ്പെടും എന്നതിൽ സംശയമില്ല, സംശയമില്ല കൂട്ടുകൂടുന്നവരുമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹുകളായ ജുലസായിനെ, നല്ല കൂട്ടുകാരെ നമുക്ക് ഈ ലോകത്തും പരലോകത്തും നൽകുമാറാകട്ടെ. കാരണം അവർ ഖൈറിലേക്ക് നമ്മെ എത്തിക്കുന്നവരാണ്. നല്ല ദീനുള്ള ഇഖ്ലാസുള്ള റബ്ബിനെ ഭയപ്പെടുന്ന നസീഹത്തുള്ള കൂട്ടുകാർ, അവർ മുതൽക്കൂട്ടാണ് ഈ ലോകത്തും പരലോകത്തും. ലാഭമാണ് അങ്ങനെയുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നസ്അലുല്ലാഹൽ ആഫിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അസ്കിനൂഹുന്ന മിൻ ഹൈതു സകൻതും മിൻ വുജ്ദികും വലാ തുദാറൂഹുന്ന ലിതുദയ്യിഖൂ അലൈഹിൻ വഇൻ കുന്ന ഉലാതി ഹംലിൻ ഫഅൻഫിഖൂ അലൈഹിന്ന ഹത്താ യദഅന ഹംലഹുൻ ഫഇൻ അർദഅന ലക്കും ഫആതൂഹുന്ന ഉജൂറഹുൻ വഅതമിറൂ ബൈനകും ബിമഅറൂഫ് വഇൻ തആസർതും ഫസതുർദിഉ ലഹു ഉഖ്റാ لينفق ذو سعة من سعته ومن قدر عليه رزقه فلينفق مما آتاه الله لا يكلف الله نفسا إلا ما آتاها سيجعل الله بعد عسر يسرا. أسكروهن,
അള്ളാഹു പറയുന്നു, നിങ്ങൾ അവരെ താമസിപ്പിക്കുക, അഥവാ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകളെ താമസിപ്പിക്കുക. മിൻ ഹൈസു സകൻതും, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത്, മിൻ വുജുദിക്കും, നിങ്ങളുടെ കഴിവിൽപ്പെട്ട. വജദ എന്നാൽ ഒരാൾക്ക് കിട്ടി, വുജ്ദ് എന്നാൽ ഇതൊക്കെ കിട്ടുന്ന കാര്യം, അവരുടെ കഴിവിൽപ്പെട്ട കാര്യം. ഏതുപോലെ വസഅ ഉസ്അ എന്ന് പറയും. എന്നതുപോലെ നിങ്ങളുടെ വുജ്ദിൽപ്പെട്ട, നിങ്ങൾക്ക് കഴിയുന്ന, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ നിങ്ങൾ അവരെ താമസിപ്പിക്കുക. വലാ തുദാറുഹുന്ന, നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കരുത്. ലിതുദയ്യിഖു അലൈഹിൻ, എന്തിന്? ലിതുദയ്യിഖു അലൈഹിൻ, അവരെ ഇടുക്കി കളയാൻ. എന്തിനാണ് ഇങ്ങനെ ഇടുക്കി കളയുന്നത്? അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? തലാഖല്ലാതെ ബുദ്ധിമുട്ടിക്കുക. എന്തിന്? അവസാനം അവള് തന്നെ നിങ്ങളൊന്ന് തലാഖ് ചെല്ലണം എന്ന് പറഞ്ഞാൽ ഇവൻ ഖുല പറയാം, അപ്പൊ ഖുല ആക്കാം. ഖുല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാങ്ങാം, മഹർ തിരിച്ചു വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ ഇനി ചെലവ് കൊടുക്കേണ്ടതില്ല എന്ന് പറയും. അങ്ങനെ ഒരാളെ കുട്ടിക്ക് സമ്മർദ്ദത്തിലാക്കി, അതാണ് സമ്മർദ്ദത്തിലാക്കുക എന്നത് നല്ലൊരു പരിഭാഷയാണ്. തുദയ്യിഖു അലൈഹിൻ, അവരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി അവരെ പ്രയാസപ്പെടുത്തരുത്. എല്ലാത്തിനും റബ്ബിനെ സൂക്ഷിക്കുക, റബ്ബ് കാണുന്നുണ്ട്, അള്ളാഹുവാണ് അവരുടെ വലി. ആ സ്ത്രീകളുടെ യഥാർത്ഥ വലി, അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുക, അവരോട് ഏറ്റവും അടുത്തവൻ റബ്ബാണ് സുബ്ഹാനഹു വ തആല. അള്ളാഹു പറയുന്നു, അസ്കിനുഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും വലാ തുദാറുഹുന്ന ലിതുദയ്യിഖു അലൈഹിൻ. ഇബ്നു കസീർ അദ്ദേഹം പറയുന്നു, യഖൂലു തആല, അള്ളാഹു പറയുന്നു, ആമിറൻ ഇബാദഹു, അവന്റെ അടിമകളോട് കൽപ്പിച്ചുകൊണ്ട്, ഇദാ തല്ലഖ അഹദുഹുൽ മർഅ അയുസ്കിനഹാ ഫീ മൻസിലിൻ ഹത്താ തൻഖദി ഇദ്ദതുഹാ. തലാഖ് ചൊല്ലിയ പുരുഷനോട് അള്ളാഹു കൽപ്പിക്കുന്നു, അയുസ്കിനഹാ, ആ സ്ത്രീയെ താമസിപ്പിക്കാൻ, ഫീ മൻസിലിൻ, ഒരു വീട്ടിൽ, ഹത്താ തൻഖദി ഇദ്ദതഹാ, അവളുടെ ഇദ്ദ കഴിയുന്നത് വരെ അവൻ താമസിക്കുന്ന സ്ഥലത്ത് അവളെ താമസിപ്പിക്കുക. അസ്കിനുഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും വലാ തുദാറുഹുന്ന, അവർ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ലിതുദയ്യിഖു അലൈഹിൻ, എന്താണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്? യുബാജിറുഹാ ലിതഫ്തദി മിൻഹു ബിമാലിഹാ ഔ തഖ്റുജ് മിൻ മസ്കനി. ഒന്നുകിൽ ഇവൾ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ മഹർ അല്ലെങ്കിൽ അവളുടെ സ്വത്ത് വല്ലതും കൈക്കലാക്കാൻ വേണ്ടി സമ്മർദ്ദത്തിലാക്കുക, അല്ലെങ്കിൽ ഇവൻ ചെലവിന് വേണ്ടില്ല, നിങ്ങളുടെ ചെലവിന് ഞാൻ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ വേണ്ടി പ്രയാസപ്പെടുത്തുക. ഇതൊന്നും ഒരിക്കലും പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇതാരെ കുറിച്ചാണ് പറയുന്നത്? തലാഖ് ചൊല്ലപ്പെട്ട മുതല്ലഖത്തായ ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. അയാളുടെ കീഴിൽ നിന്ന് ഭാഗികമായെങ്കിലും അവൾ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ സ്വന്തം കീഴിലുള്ള തലാഖ് ചൊല്ലാത്ത സ്ത്രീകൾ, അവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും? മാന്യന്മാരല്ലാതെ അവരോട് മാന്യത കാണിക്കുകയില്ല. വളരെ മോശക്കാരായ ആളുകളല്ലാതെ സ്ത്രീകളോട് മോശക്കാരായി പെരുമാറുക. കാരണം എന്താ? ഒരു ഉമ്മത്തിന്റെ ഏതൊരു കൂട്ടരുടെയും അവരുടെ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് അവർ ഇജ്ജത്തിലായിരിക്കണം, അവർ ഉയർച്ചയിലായിരിക്കണം, തളർച്ചയിലായിരിക്കുകയല്ല. ഒരു കൂട്ടർ അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നപ്പോഴാണ് അവർ വിജയികളായാൽ, അവരുടെ കീഴിൽ ആളുകൾ ഉണ്ടായാൽ. അങ്ങനെ ഈ മാനദണ്ഡം വെച്ച് നിങ്ങൾ എടുത്തു നോക്കൂ. ലോക ചരിത്രത്തിൽ മുസ്ലിമീങ്ങളെ പോലെ മാന്യതയുള്ള ഒരു ഖൗമുമില്ല, ഒരു ഉമ്മത്തുമില്ല. കാരണം മുസ്ലിമീങ്ങൾക്ക് എവിടെ വിജയം കിട്ടിയിട്ടുണ്ടോ, മുസ്ലിം ഉമ്മത്ത് അവർ ആർക്ക് മുകളിൽ വിജയം നേടിയിട്ടുണ്ട്? അവരോട് റഹ്മത്താണ് കാണിച്ചിട്ടുള്ളത്, അവരോട് കാരുണ്യം, അവരോട് നീതിയുമാണ് കാണിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രം, മുസ്ലിമീങ്ങളുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും, ഈ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് പോലും നീതി ഉണ്ടോ, നല്ല കണ്ണോടെയാണോ നോക്കുന്നത്, അവർക്കത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് പഠിച്ചിട്ടുള്ള സുന്നത്താണ്. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചപ്പോൾ കാണിച്ചിട്ടുള്ള മാന്യതയാണ്. അവർ പറഞ്ഞു, താങ്കൾ കരീമാണ്, താങ്കൾ മാന്യതയുള്ള ആളാണ് എന്നവർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുസ്ലിമീങ്ങൾ പഠിച്ചതാണ്. എന്നതുപോലെ ഒരു പുരുഷൻ, അയാളുടെ കീഴിലാണ് അയാളുടെ ഭാര്യ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഖിയാറുക്കും വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം ഖുലുഖാ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം ഖുലുഖാ. നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ആരാണ്? അവനവന്റെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണ് എന്ന് പറഞ്ഞ കാലം അങ്ങ് നീങ്ങുമ്പോൾ ആദ്യത്തെ എന്താണ് ഇതൊക്കെ വിവാഹബന്ധത്തിന്റെ ആദ്യ കാലങ്ങളിൽ ഉണ്ടാകുന്ന സ്നേഹവും ഇതൊക്കെ നീങ്ങിപ്പോകുന്ന, പൊതുവെ നീങ്ങിപ്പോകാൻ സാധ്യതയുള്ള കാലം വന്നാൽ, കാലങ്ങൾ അങ്ങ് നീങ്ങിപ്പോയാൽ ഉള്ള കാര്യമാണ്.
അല്ലാതെ ഒരാള് കല്യാണത്തിനും വിചാരിക്കുക ഞാൻ എന്റെ പെണ്ണുങ്ങളോട് വളരെ നന്നായിട്ട് മാത്രമേ പെരുമാറുള്ളൂ എന്ന സൽസ്വഭാവം ഉണ്ടല്ലോ എന്നതല്ല. അത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെയാണ്. പുറത്തുള്ള പെണ്ണുങ്ങളോട് കാണിക്കുന്ന മാന്യതയും അതുപോലെ വളരെ ഇങ്ങനെ എന്താണ് മാന്യത ഇങ്ങനെ തുളുമ്പുന്നുണ്ടാവും. അതുപോലത്തെ സംസാരമൊക്കെ അവനവന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കുടുംബജീവിതം പലർക്കും ഉണ്ടാകുമായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, أسكنوهن من حيث سكنتم من وجدكم ولا تضاروهن لتضيقوا عليهن وإن كن أولات حمل. ഇനി അള്ളാഹു പറയുന്നു وإن كن أولات حمل, അവർ ഗർഭിണികളാണെങ്കിൽ فأنفقوا عليهن حتى يضعن حملهن. وإن كن أولات حمل, അവർ ഗർഭിണികളാണെങ്കിൽ فأنفقوا عليهن, നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുക حتى يضعن حملهن, അവർ പ്രസവിക്കുന്നതുവരേക്കും, അവർ പ്രസവിക്കുന്നതുവരെ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ നമുക്കറിയാം ഇദ്ദ കഴിയാത്തിടത്തോളം അവളുടെ ചെലവ് അവന്റെ ബാധ്യതയിൽ തന്നെയാണ്, സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പ്രത്യേകം പറഞ്ഞു. കാരണം എന്താ? മൂന്നാമത്തെ ബായിനായ തലാഖ് മൂന്നാമത്തെ തലാഖാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ കൂടി ഇനി ഒരിക്കലും അയാൾക്ക് ഇവളെ തിരിച്ചെടുക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ഗർഭിണിയാണോ ചെലവിന് കൊടുക്കണം, ചെലവ് ഇയാൾക്ക് ബാധ്യതയുണ്ട്. ഗർഭിണി അല്ലെങ്കിലോ മൂന്നാമത്തെ ത്വലാഖ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെലവും താമസമോ ചെലവോ ഒന്നും ഭർത്താവിന്റെ ബാധ്യതയല്ല. എന്നാൽ ഗർഭിണിയാണോ ഹത്താ യദഅന ഹംലഹുൻ, പ്രസവിക്കുന്നത് വരെ അവൾക്ക് ചെലവിന് കൊടുക്കണം. പ്രസവിച്ചു കഴിഞ്ഞാലോ അതാണ് അല്ലാഹു പറയുന്നത് ഫൈൻ അർദഅന, ഇനി അവർ മുലയൂട്ടുകയാണെങ്കിൽ ലക്കും, നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെലവാണ് കുട്ടിയെ മുലയൂട്ടുക എന്നുള്ളത് നിങ്ങളുടെ ചെലവിൽ നടക്കേണ്ട കാര്യമാണ്. ഫആതുഹുന്ന, എങ്കിൽ നിങ്ങൾ അവർക്ക് നൽകണം ഉജൂറഹുന്ന, അവരുടെ പ്രതിഫലം നൽകണം. എന്താണ്? സ്വന്തം കുട്ടിയാണെങ്കിലും ശരി ഒരു ഉമ്മ എനിക്ക് കഴിയില്ല, ഈ കുട്ടിയെ മുലയൂട്ടാൻ എനിക്ക് സാധിക്കുകയില്ല, നമുക്ക് പുറത്തുള്ള ഒരാളെ ഇതിന് കൊണ്ടുവരേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ അവളുടെ ഭർത്താവ്, ഈ കുട്ടിയുടെ ഉപ്പ അതിനുള്ള ചെലവ് കാണേണ്ടതാണ്. അത് സ്ത്രീയുടെ ഹക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള അവകാശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ പറയുന്നു ഫൈൻ അർദഅന ലക്കും, അവർ നിങ്ങൾക്ക് വേണ്ടി മുലയൂട്ടിയാൽ വഇദാ വദഅന ഹംലഹുന്ന വഹുന്ന തവാലിം, തലാഖ് ചൊല്ലപ്പെട്ട ശേഷം അവർ പ്രസവിക്കുകയും ഫഖദ് ബന്ന ബിൻഖിദാഇ ഇദ്ദതിഹിൻ, അങ്ങനെ ഇദ്ദ കഴിയുകയും ചെയ്തു. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദ കഴിഞ്ഞല്ലോ. എങ്കിൽ കൂടി നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കേണ്ടതുണ്ട്, അവർ മുലയൂട്ടുന്നതിനുള്ള പ്രതിഫലം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം കുട്ടിയുടെ ഭക്ഷണം ഇയാളുടെ ബാധ്യതയാണ്. കുട്ടിയുടെ ഭക്ഷണം പിതാവിന്റെ ബാധ്യതയാണ്. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ ഭക്ഷണം ഭർത്താവിന്റെ ബാധ്യതയാണ്, ഉപ്പയുടെ ബാധ്യതയാണ്. അപ്പൊ മുല കുടിക്കുന്ന പ്രായത്തിൽ കുട്ടിയുടെ ഭക്ഷണം എന്താണ്? അതാണ് പാല് കുടിക്കൽ മാത്രമാണ് ആ കുട്ടിയുടെ ഭക്ഷണം. അപ്പൊ അതിന്റെ ചെലവ് ഇയാൾ കൊടുക്കേണ്ടതുണ്ട്, ആ സ്ത്രീക്ക് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ പരസ്പരം കൂടി ആലോചിക്കുക, ബിമഅറൂഫ്, നന്മയോടെ. നിങ്ങളുടെ കാര്യം പരസ്പരം തീരുമാനിച്ചിട്ടായിരിക്കട്ടെ. മിൻ ഗൈരി ഇദ്റാരിൻ വല മുദാറ, ദ്രോഹിക്കാതെ, ദ്രോഹം മറ്റാൾക്കും വരുത്തി വെക്കാത്ത രൂപത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ ലാ തുദാറ വാലിദതും ബിവലദിഹാ വലാ മൗലൂദുൻ ലഹു ബിവലദിഹി. ലാ തുദാർ, ദ്രോഹിക്കപ്പെടാൻ, പ്രയാസപ്പെടുത്തപ്പെടാൻ പാടില്ല. വാലിദത്തുൻ, ഒരു ഉമ്മയും, ബിവലദിഹാ, അതിന്റെ കുട്ടിയെ കൊണ്ട്, പറഞ്ഞാൽ അവൾക്ക് ചെലവിന് കിട്ടേണ്ടതുണ്ട്. വലാ മൗലൂദുൻ ലഹു ബിവലദിഹി, ഒരു ഉപ്പയും തന്റെ കുട്ടിയെ കൊണ്ട്. നിങ്ങളെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ അയാളോട് അയാൾക്ക് താങ്ങാനാവാത്ത ചെലവുകൾ ആവശ്യപ്പെടുക, ഇതും പാടില്ലാത്തതാണ്. അള്ളാഹു പറയുന്നു ഇൻ തആസർതും, ഇനി നിങ്ങൾ പ്രയാസപ്പെടുകയാണെങ്കിൽ ഫസതുർദിഉ ലഹു ഉഖ്റാ. ഇൻ തആസർതും, നിങ്ങൾ പരസ്പരം യോജിക്കുന്നില്ല. അവൾ പറയുന്നു ഞാൻ കുട്ടിയെ മുലയൂട്ടുന്നതിന് എനിക്ക് ഇത്ര വേണം, അയാൾ പറയുന്നു അത്ര തരാൻ പറ്റൂല. തർക്കമായി കുട്ടിയുടെ ഉമ്മയും കുട്ടിയുടെ ഉപ്പയും തമ്മിൽ.
അങ്ങനെ പ്രയാസപ്പെട്ടോ ഫസതുർദിഉ ലഹു ഉഖറാ, മറ്റൊരു മുല കൊടുക്കട്ടെ, വേറെ ഒരു പെണ്ണ്. അപ്പോ അവൾ പറയുന്ന മാന്യമായ കൂലി ഇയാൾ കൊടുക്കുക. വൈൻ തആസർതും ഐ വൈൻ ഇഖ്തലഫ അർറജുലു വൽ മർഅ. ഇബ്നു കസീർ പറയുന്നു, ഈ പുരുഷനും സ്ത്രീയും ഈ കുട്ടിയുടെ ഉപ്പയും അമ്മയും തമ്മിൽ തർക്കമായി. തലാഖ് കൊല്ലപ്പെട്ട സ്ത്രീകളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഫതലബത്തിൽ മർഅതു ഉജ്റത റദാഇ കസീറാ. പെണ്ണ് മുലയൂട്ടുന്നതിന് വലിയ കൂലി ആവശ്യപ്പെട്ടു. വലം യുജിബ്ഹ അർറജുലു ഇലാ ദാലിക്. എന്നാൽ കുട്ടിയുടെ ഉപ്പ അതിന് സമ്മതിച്ചില്ല. ഔ ബദല അർറജുലു ഖലീലൻ വലം തുവാഫിഖുഹു അലൈഹി. അല്ലെങ്കിൽ ഇയാൾ കൊടുത്തു കൂലി, പക്ഷെ അവൾ പറഞ്ഞു പോരാ, ഇത് കൂടുതൽ വേണം. വൽ യസ്തർദിഅ ലഹു ഗൈറഹാ. എങ്കിൽ മറ്റൊരു സ്ത്രീയെ നോക്കട്ടെ, നാം പിന്നെ തർക്കമില്ലല്ലോ. നോക്കി എത്ര നമുക്ക് ചിലപ്പോൾ നിസാരമാണെന്ന് തോന്നിപ്പോകുന്ന കാര്യമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല, റഹ്മാനായ റഹീമായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഖൈറായി നിലനിൽക്കാൻ എത്ര ഇഷ്ടമുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്ക് ഖൈർ വരണം എന്നുദ്ദേശിച്ചിട്ടുള്ളവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഫലൗ റദിയത്തിൽ ഉമ്മു ബിമസ്തഉജിറത് അലൈഹിൽ അജ്നബിയ്യ ഫഹിയ അഹഖു ബിവലദിഹാ. ഇനി ഉമ്മ പറയുകയാണ്, ഈ പുറത്തുള്ള സ്ത്രീ ആവശ്യപ്പെട്ട കൂലി ഉണ്ടല്ലോ, നിങ്ങൾ കൊടുക്കേണ്ടി വരും, എന്തായാലും അത് തന്നെ എനിക്ക് മതി, ഞാൻ മുലയൂട്ടിക്കോളാം എന്ന് കുട്ടിയുടെ ഉമ്മ പറഞ്ഞാൽ കുട്ടിയെ മുലയൂട്ടാൻ ഏറ്റവും അവകാശപ്പെട്ടവൾ ഉമ്മയാണ്. അപ്പോ ഈ പുരുഷൻ എന്ത് പറയരുത്, പറ്റൂല ഞാൻ ഓക്കെന്നെ കൊടുത്തോളാം എന്ന് പറയരുത്. ഇവൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ അവൾ അതിന് അവകാശമുള്ളവളാണ്, അവൾക്ക് നൽകേണ്ടതുണ്ട് കൂലിയും കുഞ്ഞിനെ മുലയൂട്ടാനുള്ള അവസരവും. ലിയുൻഫിഖ് ദൂ സഅത്തിൻ മിൻ സഅത്തിഹി. അല്ലാഹു പറയുന്നു ലിയുൻഫിഖ്, ചെലവഴിക്കട്ടെ, ദൂ സഅത്തിൻ, സഅത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ വിശാലമായി റിസ്ക് നൽകപ്പെട്ടവൻ, നല്ല പൈസ ഉള്ളവൻ, മിൻ സഅത്തിഹി, അവന്റെ വിശാലതയിൽ നിന്ന് ചെലവഴിക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, വമൻ ഖുദിറ അലൈഹി, ആർക്കാണോ കണക്കാക്കപ്പെട്ടത് റിസ്ഖു, അവന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവായവൻ, ഫലിയുൻഫിഖ്, എങ്കിൽ അവൻ ചെലവഴിക്കട്ടെ, മിമ്മാ ആതാഹുല്ലാഹ്, അള്ളാഹു അവന് നൽകിയതിൽ നിന്ന് അവൻ ചെലവഴിക്കട്ടെ. ആ വലിയ പണക്കാരനെ കാട്ടി അയാൾ തരുന്ന പോലെ നിങ്ങൾ തരണം എന്ന് സാധുവായ ഒരാളോട് ആരും പറയരുത്. നല്ല പൈസയുള്ള ഒരാൾ ഏതെങ്കിലും സാധുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അത്രയല്ലേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്നതും ശരിയല്ല. അള്ളാഹു പറയുന്നത് എന്താണ്, ലിയുൻഫിഖ് ദൂ സഅത്തിൻ മിൻ സഅത്തിഹി, അള്ളാഹു സഅത്ത് നൽകിയവൻ, വിശാലത നൽകിയവൻ അവന്റെ വിശാലതയിൽ നിന്ന് ചെലവഴിക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, ആർക്കാണോ റിസ്ക് കണക്കാക്കപ്പെട്ടത്, ചുരുക്കപ്പെട്ടത്, ഫലിയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, അള്ളാഹു നൽകിയതിൽ നിന്ന് അവൻ ചെലവഴിക്കട്ടെ. لينفق ذو سعة من سعته ومن قدر عليه رزقه فلينفق مما آتاه الله. ആർക്കാണ് അള്ളാഹു വിശാലത നൽകിയത് അവന്റെ വിശാലതയിൽ നിന്ന് ചെലവഴിക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ്, ആർക്കാണ് അള്ളാഹു നിജപ്പെടുത്തി നൽകിയത്, അവന്റെ റിസ്ക് ചുരുക്കപ്പെട്ടത്, അള്ളാഹു അവന് നൽകിയതിൽ നിന്ന് ചെലവഴിക്കട്ടെ. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാലവും ഉള്ള കാലവും കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാലവും ഉള്ള കാലവും കഴിഞ്ഞുപോയിട്ടുണ്ട്. രണ്ട് രീതിയിലും അവർ അള്ളാഹുവിലേക്ക് അടുത്തു. ഒരു കാലത്ത് അവരുടെ നിലപാടെന്തായിരുന്നു, അൽ ഫഖീറു സാബിർ. മറ്റൊരു കാലത്ത് അവരുടെ നിലപാടെന്തായിരുന്നു, അൽ ഗനിയു ശാകിർ. ഈ രണ്ട് ഖൈറും ഒരുമിച്ച് ചേർത്തവരായിരുന്നു സഹാബ റളിയല്ലാഹു അൻഹു. അൽ ഫഖീറു സാബിർ എന്ന് പറഞ്ഞാൽ ആരാണ്, സബറുള്ള പാവപ്പെട്ടവൻ. അവന്റെ ദാരിദ്ര്യത്തിൽ ക്ഷമയോടെ റബ്ബിനോട് അവന്റെ വിധിയിൽ വെറുപ്പ് പ്രകടിപ്പിക്കാതെ ക്ഷമിച്ചു കഴിഞ്ഞവർ. അള്ളാഹുവിന്റെ ദിക്റിലും ദുആയിലും അവന് സാമ്പത്തിക ചെലവില്ലാത്ത, കൊടുക്കാൻ അവന്റെ കയ്യിലില്ലല്ലോ, ചെലവില്ലാത്ത ഇബാദത്തുകൾ കൊണ്ട് സബറോടെ കഴിഞ്ഞുപോയവർ. മറ്റൊരാളാരാണ്, അൽ ഗനിയു ശാകിർ, പണക്കാരനാണ് പക്ഷേ ശുക്റുള്ള പണക്കാരൻ. അള്ളാഹു തന്ന നിഅമത്ത് തിരിച്ചറിയുകയും എന്നിട്ട് റബ്ബിന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശുക്ർ കാണിക്കുകയും അള്ളാഹു തന്ന നിഅമത്ത് അവന്റെ മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മാത്രം ചെലവഴിക്കുകയും ചെയ്യുന്ന അൽ ഗനിയു ശാകിർ, ശുക്റുള്ള പണക്കാരൻ. ഇത് രണ്ടും ഒരുപോലെ, ഈ രണ്ട് നിലപാടും എടുത്തവരാണ് ആര്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. സഹാബത്തിന്റെ ആദ്യകാലത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവർക്കുണ്ടായത്. എന്നാൽ പിന്നീട് മുസ്ലിം ഉമ്മത്തിന് ഖൈബർ പോലെയുള്ള വിജയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയപ്പോൾ സഹാബത്തിന് അവരിൽ പലർക്കും ഒരുപാട് പണമുണ്ടായി. അപ്പൊ അവർ ശുക്രോടെ കഴിച്ചുകൂട്ടി. പണ്ഡിതന്മാർക്കിടയിൽ പണ്ടേയുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്, ഒരു ചെറിയ മസ്അലയാണ് ആരാണ് അഫ്ദൽ, അയ്യുഹുമാ അഫ്ദൽ, അൽ ഫഖീറു സാബിർ അം അൽ ഗനിയു ശാകിർ? സബറോടെ കഴിയുന്ന പാവപ്പെട്ടവനാണോ അതല്ല ശുക്രോടെ കഴിയുന്ന പണക്കാരനാണോ അഫ്ദൽ എന്നത് പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു മസ്അലയാണ്. അത് നമുക്കൊന്ന് ഉറപ്പിച്ച് പറയാൻ പലപ്പോഴും സാധിക്കാത്ത ഒരു മസ്അലയാണത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഓരോരുത്തരുടെയും നിലപാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനനുസരിച്ചിട്ടാണ് ഫദ്ൽ. അത് ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവരിങ്ങനെ ചർച്ച നടത്തിയാണ്, ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുന്ന ഓരോ സ്റ്റേജുകൾ, അതിലിടക്കൊരു അവർ പറഞ്ഞൊരു കാര്യമാണ്, ഫഖീറാണ്, സാബിറായ ഫഖീറാണ് കൂടുതൽ ഫദ്ൽ ഉള്ള ആൾ എന്ന് പറഞ്ഞവർ അവരുടെ ഒരു തെളിവാണ്. ഒരു ഫഖീർ, അവന് നീ സക്കാത്തിന്റെ പൈസ നീ കൊടുത്താൽ അവനെ നിനക്ക് നിർബന്ധിക്കാൻ കഴിയില്ല ഇത് വാങ്ങാൻ അവന്റെ ഇഷ്ടമാണ്. ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് നീ ഇത് വാങ്ങണമെന്ന് പറഞ്ഞാൽ അവനെ നിർബന്ധിക്കാൻ കഴിയുകയില്ല. അത് വാങ്ങിയില്ല എങ്കിൽ അള്ളാഹുവിൽ അവന് തെറ്റില്ല, കുറ്റില്ല. എന്നാൽ ഖനി, പണക്കാരൻ, അവന് കൊടുക്കേണ്ട അവന്റെ സക്കാത്ത് അവന് കൊടുത്തില്ലെങ്കിലോ അതാണ് അടുത്ത് കുറ്റുണ്ട്. അപ്പൊ അവർ തെളിവ് പിടിച്ച പല വിഷയങ്ങളിലൊന്നും ഇതാണ്. അല്ലാഹു ആലം, അള്ളാഹുവിനാണ് അറിയുന്നത്. നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബിമാരിൽ അള്ളാഹു പണക്കാരെയും നല്ല പണവും അധികാരവും സമ്പത്തും ഒക്കെ ഉള്ളവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതില്ലാത്ത ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആരാണ് അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തിട്ടുള്ളത്, മടങ്ങിയിട്ടുള്ളത്, അവർക്കാണ് ഫദ്ലുള്ളത്. അള്ളാഹുലേക്ക് കൂടുതൽ മടങ്ങിയിട്ടുള്ളത് ആരാണ്? അവൻ പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, അവർക്കാണ് അള്ളാഹുവിൽ ഫദ്ലുള്ളത്. അവൻ ഖനിയാകട്ടെ, അവൻ ഫഖീറാകട്ടെ. എന്നാൽ സഅത്തുള്ള സമയത്ത് അള്ളാഹു വിശാലത നൽകിയാൽ അതിനനുസരിച്ച് ദൂർത്തടിക്കാതെ ചെലവഴിക്കുക എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഞാൻ പണ്ടില്ലാത്ത കാലത്ത് നടന്നിട്ടാണ് പോയത്, ഇപ്പോഴും ഞാൻ നടന്നിട്ടേ പോകുള്ളൂ എന്നത് പോലെയല്ല. മറിച്ച് അള്ളാഹു സഅത്ത് നൽകിയാൽ സഅത്തിൽ നിന്ന് ചെലവഴിക്കുക. അള്ളാഹു നമുക്ക് നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കും. സലഫുകളിൽപ്പെട്ട മുൻഗാമികളിൽപ്പെട്ട ഒരാളെ കുറിച്ച് പറയപ്പെട്ടു, അദ്ദേഹം വളരെ ഖശിനായ എന്ന് പറഞ്ഞാൽ വളരെ തീരെ പരുക്കനായ വിലയില്ലാത്ത വസ്ത്രമാണ് ധരിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഭക്ഷണം വളരെ വിലയില്ലാത്ത, അത്രയൊന്നും വളരെ ചെറിയ വിലക്ക് കിട്ടുന്ന അത്രയൊന്നും തയ്യിബല്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന വിവരം വേറൊരു മുൻഗാമിയായ സാലിഹായ ഒരു മനുഷ്യന് കിട്ടി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? 1000 ദീനാർ ഇദ്ദേഹത്തിന് കൊടുത്തയച്ചിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ട് ഒരാളോട് പറഞ്ഞു, നിങ്ങൾ പോയി നോക്കി ഇപ്പൊ എങ്ങനെയാണ് ആള് കഴിയുന്നത്, ഇപ്പൊ എങ്ങനെയാണ് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പൊ അദ്ദേഹം നല്ല വസ്ത്രമാണ് ധരിക്കുന്നത്, ഇപ്പൊ അദ്ദേഹം നല്ലതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, റഹിമഹുല്ലാഹ്, അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ, അള്ളാഹുവിന്റെ ഈ ആയത്തനുസരിച്ചിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അള്ളാഹു വിശാലത നൽകിയവൻ അവൻ അള്ളാഹു നൽകിയ വിശാലതയിൽ നിന്ന് സമ്പത്തിൽ നിന്ന് ചെലവഴിക്കട്ടെ. അവൻ ഖുദ്റ അലൈഹി റിസ്ഖു, ആർക്കാണോ റിസ്ക് കണക്കാക്കപ്പെട്ടത്, നിജപ്പെടുത്തപ്പെട്ടത്, കുറച്ച് കിട്ടിയത്, ഫലിയുംഫിഖ്, അവൻ ചെലവഴിക്കട്ടെ, മിമ്മാ ആതാഹുല്ലാഹ്, അള്ളാഹു നൽകിയതിൽ നിന്ന്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ, അള്ളാഹു ഒരു നഫ്സിനെയും ഏൽപ്പിക്കുകയില്ല, നിർബന്ധിക്കുകയില്ല, ഇല്ലാ മാ ആതാഹാ, അള്ളാഹു കൊടുത്തതിൽ നിന്നല്ലാതെ. അള്ളാഹു നിനക്ക് നിൽക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ടോ, നീ നിന്ന് നിസ്കരിക്കുക. അത് നിനക്ക് കഴിവ് തന്നിട്ടില്ലേ, നിനക്ക് ഇരുന്ന് നിസ്കരിക്കാം എന്നതുപോലെ അള്ളാഹു കഴിവില്ലാത്തത് ഒരാളെയും ഒന്നിലും ഏൽപ്പിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്. അപ്പൊ എന്നതുപോലെ ഈ പറഞ്ഞതുപോലെയാണ് ഖൈറായ ജീവിതം. ഒരാളിൽ അള്ളാഹുവിന്റെ നിഅമത്തുകൾ, അള്ളാഹു കൊടുത്ത റഹ്മത്തുകൾ അയാളിൽ കാണുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരാൾക്ക് അള്ളാഹു കൊടുത്ത നിഅമത്തുകൾ കാണുക എന്നത് അയാൾക്ക് ദൂർത്തല്ലാത്ത, ആളുകളൊക്കെ ഇങ്ങനെ നോക്കണം,
എന്ന രൂപത്തിലല്ലാത്ത നല്ല വസ്ത്രം ഒരാൾക്ക് വാങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടോ, അയാളത് വാങ്ങാം. നല്ല രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ടോ, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ദൂർത്തടിക്കാതെ ഒരാളത് കഴിക്കുക അള്ളാഹുവിന്റെ നിഅമത്താണ്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ ഖാലിസത്തൻ യൗമൽ ഖിയാമ. അള്ളാഹു പറഞ്ഞു, ആരാണ് അവന്റെ അടിമകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള തയ്യിബായ കാര്യങ്ങൾ ഹറാമാക്കിയത്? ഇല്ല, അത് മുഅ്മിനുകൾക്കുള്ളതാണ്, പരലോകത്ത് മുഅ്മിനുകൾക്ക് മാത്രമുള്ളതുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ. പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും കാര്യം പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അള്ളാഹു പ്രതീക്ഷ നൽകുകയാണ്. അള്ളാഹു അവരെ നിരാശപ്പെടുത്തുന്നില്ല. സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ. സയജഅലുല്ലാഹു, അള്ളാഹു തരുന്നതാണ്, അള്ളാഹു ഏർപ്പെടുത്തുന്നതാണ്. ബഅദ ഉസ്രി, പ്രയാസത്തിന് ശേഷം യുസ്റാ, അള്ളാഹു എളുപ്പമാക്കുന്നതാണ്. ഇബ്നു കസീർ പറഞ്ഞു, വഅദും മിൻഹു തആല, അള്ളാഹുവിന്റെ വാഗ്ദാനമാണിത്. വഅദുഹു ഹഖ്ഖുൻ, അവന്റെ വാഗ്ദാനം സത്യമാണ്. ലാ യുഖ്ലിഫു, അള്ളാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. 8-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അഅതത് അൻ അംരി റബ്ബിഹാ വറുസുലിഹി ഫഹാസബ്നാഹാ ഹിസാബൻ ശദീദാ വഅദ്ദബ്നാഹാ അദാബൻ നുക്റാ فذاقت وبال أمرها وكان عاقبة أمرها خسرا. അള്ളാഹു പറയുന്നു, വകഅയ്യിൻ മിൻ ഖറിയത്തിൻ, എത്ര നാടുകളാണ്, എത്ര ഖറിയ. ഖറിയ എന്നാൽ നാട്, ഗ്രാമം എന്നൊക്കെയാണ് അതിനർത്ഥം. എത്ര നാടുകളാണ് ആതത് അൻ അംരി റബ്ബിഹാ, അവയുടെ റബ്ബിന്റെ, റബ്ബിഹ എന്നാൽ അവയുടെ റബ്ബിന്റെ, അഥവാ നാടുകളുടെ റബ്ബിന്റെ. അതുകൊണ്ടുള്ള ഉദ്ദേശം ആ നാട്ടുകാരെയാണ്. നാടിന്റെയും നാട്ടുകാരുടെയും റബ്ബ് അല്ലാഹുവാണ്. ആ നാട് അതിരുവിട്ട് പ്രവർത്തിച്ചു. ഇവിടെ നാട്ടിലേക്കാണ് ഫിഅലിനെ ചേർത്തി പറഞ്ഞത്, ഖറിയത്തിലേക്കാണ് ചേർത്തി പറഞ്ഞത്. അതുകൊണ്ടുള്ള ഉദ്ദേശം ആരാണ്? അഹ്ലുൽ ഖറിയ, ആ നാട്ടുകാരാണ് ഉദ്ദേശം. ഏതുപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ പറഞ്ഞതുപോലെ ഉപ്പയോട് വന്നിട്ട് പറഞ്ഞു, വസ്അലിൽ ഈറ, ആ ഈറത്തിനോട് ചോദിക്കൂ. ഈറത്ത് എന്നാൽ അത് യാത്രാസംഘം, ഒട്ടകങ്ങളുടെ സംഘം, അതിനാണ് ഈറ എന്ന് പറയുന്നു, ഒട്ടകങ്ങളുടെ ആ യാത്രാസംഘം. അവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം അതിലുണ്ടായിരുന്ന ആളുകളോട് ചോദിക്കൂ എന്നാണ്. എന്നതുപോലെ ഇവിടെ ഖറിയ, നാട് അതിക്രമിച്ച് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ആളുകൾ എന്നാണ് ഉദ്ദേശം. അൻ അംരി റബ്ബിഹ, അവയുടെ റബ്ബിന്റെ കൽപ്പനയിൽ നിന്ന് അതനുസരിക്കാതെ അതിക്രമിച്ച് പ്രവർത്തിച്ചു. വറുസുലിഹി, ആ റബ്ബിന്റെ റസൂലുകളുടെ കൽപ്പനയും റബ്ബിന്റെ റസൂലുകളെയും റബ്ബിന്റെ കൽപ്പനകളെയും അനുസരിക്കാതെ ധിക്കരിച്ച എത്ര നാടുകളാണ് ഉള്ളത്. വകഅയ്യിൻ മിൻ ഖറിയ, എത്ര നാടുകൾ. ഫഹാസബ്നാഹ ഹിസാബൻ ശദീദാ, ഫഹാസബ്നാഹ, നാം അവരെ വിചാരണ ചെയ്തു. ഹിസാബൻ ശദീദ, എങ്ങനത്തെ വിചാരണയാണ്? ശദീദായ വിചാരണ, വളരെ കടുത്ത കണക്ക് നാം അവരെ കൈകാര്യം ചെയ്തു. വഅദ്ദബ്നാഹ, നാം അവരെ ശിക്ഷിച്ചു. അദാബൻ നുക്റാ, വളരെ ഫദിയായ, വേദനിപ്പിക്കുന്ന മോശമായ ശിക്ഷ നാം അവരെ ശിക്ഷിപ്പിച്ചു. ഫദാഖത് വബാല അംരിഹ, അങ്ങനെ ഫദാഖത്ത്, ആ നാടുകൾ അനുഭവിച്ചു, അഥവാ നാട്ടുകാർ അനുഭവിച്ചു. വബാല അംരിഹ, വബാൽ എന്നാൽ അനന്തരഫലം. വബാല അംരിഹ, അവരുടെ ആ നാടുകളുടെ കാര്യത്തിന്റെ അനന്തരഫലം, അവർ ചെയ്ത പ്രവൃത്തിയുടെ അനന്തരഫലം ആ നാടുകൾ അനുഭവിച്ചു. വകാന ആഖിബതു അംരിഹ ഖുസ്റാ, വകാന ആഖിബതു അംരിഹ, ആ നാടുകളുടെ കാര്യത്തിന്റെ പര്യവസാനം, അവസാനം എന്തായിരുന്നു? ഖുസ്റാ, നഷ്ടമായിരുന്നു. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ, അല്ലാഹുവിന്റെ ഈ മനോഹരമായ ശൈലി നോക്കൂ, എത്ര നാടുകൾ. വകഅയ്യിൻ മിൻ നബിയ്യിൻ എന്നതുപോലെ വകം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറതൻ ബിഇദ്നില്ലാഹ് എന്നതുപോലെ എത്ര എന്നത് സുബ്ഹാനല്ലാഹ് വളരെ ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന
നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് വകഅയ്യിൻ, എത്ര എത്ര നാടുകൾ എന്നത്. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ, എത്ര എത്ര നാടുകളാണ്. അതത്, അതത് എന്നാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു തമറദത് വതഗത് വസ്തക്ബറത് അൻ ഇത്തിബാഇ അംരില്ലാഹ് വമുതാബഅതി റസൂലിഹി. ആ നാടുകൾ അതത്, അവരതിരുവിട്ട് പ്രവർത്തിച്ചു. അൻ അംരി റബ്ബിഹ, അവരുടെ നാടുകളുടെ അവരുടെ റബ്ബായ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്നും വറുസുലിഹി, ആ റബ്ബിന്റെ റസൂലുകളോടും അവർ എതിർപ്പ് പ്രകടിപ്പിച്ചു, അനുസരണക്കേട് കാണിച്ചു. ഇബ്നു കസീർ പറഞ്ഞു തമറദത് വതഗത് വസ്തക്ബറത്, അവർ അഹങ്കാരവും കിബറും ധിക്കാരവും ഒക്കെ പ്രവർത്തിച്ചു. അനിത്തിബാഇ അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ. വമുതാബഅതി റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലുകളെ പിൻപറ്റാതെ. അപ്പോൾ എന്താണ് ഉണ്ടായത്? ഫഹാസബ്നാഹ ഹിസാബൻ ശദീദ, അള്ളാഹു പറയുന്നു നാം അവരെ ശദീദായ ഹിസാബ് നടത്തി, കടുത്ത വിചാരണ നടത്തി. വഅദ്ദബ്നാഹ, നാം അവരെ ശിക്ഷിച്ചു. അദാബൻ നുക്റ, നുക്റായ ശിക്ഷ ശിക്ഷിച്ചു. എന്താണ് നുക്റൻ എന്ന് പറഞ്ഞാൽ? ഇബ്നു കസീർ പറഞ്ഞു മുൻകറൻ ഫദിയഅൻ, മുൻകറൻ ഫദിയഅൻ, വളരെ മോശമായ ഭീതിപ്പെടുത്തുന്ന ശിക്ഷ നാം അവരെ ശിക്ഷിച്ചു. ഫദാഖത് വബാല അംരിഹ, അങ്ങനെ ആ നാടുകൾ അനുഭവിച്ചു. വബാല അംരിഹ, അവർ ചെയ്തതിന്റെ ഫലം അനുഭവിച്ചു. വകാന ആഖിബതു അംരിഹ ഖുസ്റ, അവരുടെ അന്ത്യം, അവരുടെ കാര്യത്തിന്റെ അന്ത്യം ഖുസ്റൻ, നഷ്ടമായിരുന്നു. ഇബ്നു കസീർ പറയുന്നു ഐ ഗിബ്ബ മുഖാലഫതിഹ, അവർ അല്ലാഹുവിനോട് എതിർ പ്രവർത്തിച്ചതിന്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി, അവന്റെ റസൂലുകളോട് സ്വല്ലല്ലാഹു വസല്ലമു അലൈഹിം, അവരോട് എതിർ പ്രവർത്തിച്ചതിന്റെ ഗിബ്ബ്, അതിന്റെ അനന്തരഫലം അവരനുഭവിച്ചു. വനദമു, അങ്ങനെ അവസാനം അവർ ഖേദിക്കേണ്ടി വന്നു. ഹൈഹു ലാ യൻഫഉഹും നദം, ഖേദം പ്രയോജനപ്പെടാത്ത കാലത്ത് അവർ ഖേദിച്ചു. അല്ലാഹു ഇങ്ങനെ സാലിഫുൽ ഉമം, മുൻഗാമികളായ പല സമുദായങ്ങളുടെയും പണ്ട് കഴിഞ്ഞുപോയ ഒരുപാട് ഖൗമിന്റെ ചരിത്രം അള്ളാഹുവിന്റെ കിതാബിൽ ധാരാളമായി നമുക്ക് കാണാം. ബുദ്ധിയുള്ളവർ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. മുൻകഴിഞ്ഞ ആളുകളെ അള്ളാഹു നശിപ്പിച്ച വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അഫലം യസീറു ഫിൽ അർദ് ഫയൻദുറു കൈഫ കാന ആഖിബതു അല്ലദീന മിൻ ഖബ്ലിഹിം കാനൂ അക്സറ മിൻഹും വഅശദ്ദ ഖുവ്വതൻ ഫമാ അഗ്നാ അൻഹും മാ കാനൂ യക്സിബൂൻ. അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ച് അവർക്ക് മുമ്പുള്ളവരെ അള്ളാഹു എങ്ങനെയാണ് നശിപ്പിച്ചതെന്ന്, അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നെന്ന് നോക്കുന്നില്ലേ? അവർ ഇവരെക്കാളും അധികമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ ഇന്നത്തെ നിഷേധികളെക്കാളും അധികമുണ്ടായിരുന്നു അവർ. വശദ്ദ ഖുവ്വതൻ, അവരെക്കാളും ഇന്നത്തെ ആളുകളെക്കാളും കടുത്ത ശക്തിയുള്ളവരായിരുന്നു അവർ. പക്ഷെ ഫമാ അഗ്നാ അൻഹും മാ കാനൂ യക്സിബൂൻ, അവരുണ്ടാക്കിയതൊന്നും, അവർ സമ്പാദിച്ചതൊന്നും, അവരുടെ കഴിവുകളൊന്നും അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ അവർക്ക് പ്രയോജനപ്പെട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫലമ്മാ ജാഅതുഹും റസൂലുഹും ബിൽ ബയ്യിനാതി ഫരിഹൂ ബിമാ ഇൻദഹും മിനൽ ഇൽം വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ ഫലമ്മാ റഅൂ ബഅസനാ ഖാലൂ ആമന്നാ ബില്ലാഹി വഹ്ദഹു വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രികീൻ ഫലം യകു യൻഫഉഹും ഈമാനുഹും ലമ്മാ റഅൂ ബഅസനാ സുന്നത്തല്ലാഹി അല്ലതി ഖദ് ഖലത് ഫീ ഇബാദിഹി വഖസറ ഹുനാലികൽ കാഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഗാഫിറിന്റെ അവസാനത്തെ ആയത്തുകളിൽ പറഞ്ഞു ആ മുൻകഴിഞ്ഞു പോയ ആളുകൾ ഫലമ്മാ ജാഅതുഹും റസൂലുഹും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായി അല്ലാഹുവിന്റെ റസൂലുകൾ അവരിലേക്ക് വന്നപ്പോൾ ഫരിഹൂ ബിമാ ഇൻദഹും മിനൽ ഇൽം, ദുനിയാവിനെ കുറിച്ച് അവർക്ക് ഒരുപാട് ഇൽമുണ്ടായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശാസ്ത്രം അറിയാമായിരുന്നു അവർക്ക്. അവർ അതിൽ സന്തോഷിച്ചു. അതാണ് നമ്മൾ ഇതൊക്കെയുള്ള ആളുകളാണ്, നിങ്ങളെന്ത് പഴഞ്ചം വർത്താനായിട്ടാണ് വരുന്നത് എന്ന രൂപത്തിൽ അവരുടെ കയ്യിലുള്ളതിൽ അവർ സന്തോഷിച്ചു. അവരുടെ കയ്യിൽ ദുനിയാവിനെ കുറിച്ച് എമ്പാടും ഇൽമുണ്ട്. അവിടെ ഇൽമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അവർക്ക് ഇൽമുണ്ടായിരുന്നു. എന്താണ് ഇൽം? ദുനിയാവിനെ കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടായിരുന്നു, വലിയ കഴിവുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക്, ഇന്നത്തെ പല മനുഷ്യരും അവരുടെ ധിക്കാരം ഈ നിലക്കാണ് കാണുന്നത്. ഇത്ര ആധുനിക സൗകര്യങ്ങളുള്ള ഈ കാലത്ത്, ഈ ലോകം ഇത്ര പുരോഗമിച്ച ഈ കാലത്ത് നിങ്ങൾ എന്താണ് ഇങ്ങനെ പഴയ 6-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് പലരും ചോദിക്കുന്നു. എന്നതുപോലെ അവർ പരിഹസിച്ച കാര്യം എന്നാൽ അവരെ ബാധിക്കുകയുണ്ടായി.
നമ്മുടെ ശിക്ഷ കൺമുന്നിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു ആമന്ന ബില്ലാഹി വഹ്ദഹ്, റബ്ബിൽ അല്ലാഹുവിൽ മാത്രം ഞങ്ങൾ ഇത് വിശ്വസിച്ചിരിക്കുന്നു, അവൻ ഏകനാക്കിക്കൊണ്ട്. വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ഞങ്ങൾ അല്ലാഹുവിന് പുറമെ പങ്കുചേർത്തവരെല്ലാം ഞങ്ങൾ ഇതാ നിഷേധിച്ചു. പ്രയോജനമില്ല. ആ സമയത്ത് ഈമാൻ പ്രയോജനമില്ല. ഫലം യൻഫഉഹും ഈമാനുഹും ലമ്മാ റഅൂ ബഅസനാ, നമ്മുടെ ശിക്ഷ കൺമുന്നിൽ കണ്ടാൽ പിന്നെ അവരുടെ ഈമാൻ അവർക്ക് പ്രയോജനപ്പെടുകയില്ല. സുന്നത്തല്ലാഹി അല്ലതി ഖദ് ഖലത് ഫീ ഇബാദിഹി, അവന്റെ അടിമകളിൽ അല്ലാഹു നടപ്പിലാക്കിയ ചര്യ, അവന്റെ നടപടിക്രമം ഇങ്ങനെയാണ്. ഒരു ഖൗമിനും ശിക്ഷ കൺമുന്നിൽ കണ്ടാൽ പിന്നെ ഈമാൻ പ്രയോജനപ്പെടുകയില്ല. വഖസിറ ഹുനാലികൽ കാഫിറൂൻ, അവിടെ അതാ കാഫിറുകൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. എത്ര തവണ അല്ലാഹു ഇത് പറഞ്ഞു. ഇതുപോലുള്ള ആയത്തുകൾ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, പഴയ ആളുകൾക്ക് എന്തു പറ്റി എന്ന് നോക്കുന്നില്ലേ എന്ന ആയത്തുകൾ എത്രയുണ്ട് അല്ലാഹുവിന്റെ കിതാബിൽ. ഉപയോഗശൂന്യമായ എത്ര കിണറുകൾ, ആൾപ്പാർപ്പില്ലാതായി പോയ എത്ര ഭദ്രമായി കെട്ടിയ കോട്ടകൾ, അവിടെ നിന്ന് ആളുകളില്ല, നശിച്ചുപോയി, ഒന്നാകെ നശിപ്പിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അപ്പൊ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാണ് ബുദ്ധിയുള്ള മുഅ്മിൻ. കാരണം അള്ളാഹുവിന്റെ അദാബ് വന്നാൽ, അവന്റെ ബഅസ് അത് വന്നാൽ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. അത് വരിക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ അദാബ്, അവന്റെ അന്തിമമായ അദാബ് യൗമുൽ ആഖിർ, യാതൊരു സംശയവുമില്ല. ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ഖിയാമത്ത് നാളിന് മുമ്പ് അള്ളാഹു പറ്റയില്ലാതാക്കി കളയുകയില്ല, മുഴുവൻ പേരെയും നശിപ്പിക്കുകയില്ല. മുൻഗാമികളുടെ ചരിത്രം അത് നമുക്ക് പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കാളും കഴിവുണ്ടായിരുന്ന ആളുകളെ, നമ്മെക്കാളും എണ്ണവും ശക്തിയും ഉണ്ടായിരുന്നവരെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു പ്രയാസവുമില്ലാതെ നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനത് യാതൊരു പ്രയാസവുമില്ല. അള്ളാഹുവിനെ അവരെ നശിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. അവന് സുബ്ഹാനഹു വ തആല അവന് വളരെ എളുപ്പമുള്ളതാണ് അവരെ നശിപ്പിക്കുക എന്നത്. അതിൽ നിന്ന് പാഠം ഉൾക്കുന്നവനാണ് മുഅ്മിൻ. പഴയ ആളുകൾ അവർക്കെന്തു പറ്റി എന്നത് ചിന്തിക്കുന്നവൻ. എന്നാൽ ദുനിയാവിന്റെ ആളുകൾ പഴയ ആളുകളുടെ അവരുടെ അവശിഷ്ടങ്ങൾ, അവരുടെ നാടുകൾ, അവരുടെ സൗകര്യങ്ങൾ ഇതൊക്കെ കുഴിച്ചെടുക്കും. പല നാടുകളിലും അവർ നശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് ഒക്കെ ചർച്ച ഉണ്ടാവും. അപ്പൊ അവർ പറയും എന്തോ ഒരു പ്രകൃതി ദുരന്തത്തിൽ സംഭവിച്ചതാണ്, അങ്ങനെ പറ്റിയതാണ്, ഇങ്ങനെ പറ്റിയതാണ്. എന്നാൽ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം അവർ പറയുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതി ഫിസ് സുദൂർ, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, കാഴ്ചയില്ലാതായി പോകുന്നത്. വലാകിൻ തഅമൽ ഖുലൂബുൽ ലതി ഫിസ് സുദൂർ, നെഞ്ചകങ്ങളിലുള്ള കൽബുകൾക്കാണ് അന്ധത ബാധിക്കുന്നത്. ഇത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഏതുപോലെ മഴയില്ലാതാകുന്നു, അതാ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, ചൂട് കൂടുന്നു, പണ്ടില്ലാത്ത ചൂട്. പണ്ട് നമ്മളൊക്കെ ഫാന് പോലും ഓണാക്കാതെയാണ് കിടന്നുറങ്ങിയത്. ഇപ്പൊ നോക്ക്, എ സി ഇട്ടാലും കൂടി തണുപ്പില്ല എന്നൊക്കെ ആളുകൾ പറയുന്നു. പ്രകൃതി അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, മഴ കുറയുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പരിഹാരം നിർദ്ദേശിക്കുകയാണ്, നമ്മൾ മരം വെച്ച് പിടിപ്പിക്കണം, അതുപോലെ ഇങ്ങനെ ഒരുപാട് അങ്ങനത്തെ ദുനിയവിയായ പരിഹാരങ്ങൾ അവർ പറയുകയാണ്. എന്നാൽ അടിസ്ഥാനപരമായ പരിഹാരം അവർ പറയുന്നില്ല. എത്ര മരം പിടിച്ചു വെച്ചിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഴ അത് പിടിച്ചു വെക്കാൻ തീരുമാനിച്ചാൽ അതിനുള്ള കാരണം എന്താണ്? ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ ഖുൽ സീറൂ ഫിൽ അർദ് ഫൻദുറൂ കൈഫ കാന ആഖിബത്തു അല്ലദീന മിൻ ഖബ്ൽ കാന അക്സറുഹും മുശ്രികീൻ. സൂറത്തുൽ റൂമിലെ ആയത്തുകളാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, ബർറിലും ബഹറിലും ഫസാദ് പുറപ്പെട്ടിരിക്കുന്നു. ബർറും ബഹറും എന്നാൽ കരയും കടലും എന്നതിനർത്ഥമുണ്ട്. അതുപോലെ പല മുഫസ്സിറുകൾ പറഞ്ഞു അറബിയിൽ ബഹർ എന്നതിന് അറബികൾ പ്രയോഗിക്കാറുള്ള മറ്റൊരർത്ഥം ബർ എന്നത് ജലാശയങ്ങളൊന്നുമില്ലാത്ത മരുഭൂമി പോലെയുള്ള നാടുകൾ അവർ ബർ എന്ന് പറയും. എന്നാൽ പുഴകളും ജലാശയങ്ങളും ഉള്ള നാടിനെ ബഹർ എന്ന് പറയും. അങ്ങനെ അറബികൾക്ക് ഒരു പ്രയോഗമുണ്ട്. ഈ ആയത്തിലെ ബഹർ അതാണെന്നും ഒരഭിപ്രായം പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം ഫസാദ്, കുഴപ്പങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു. ക്ഷാമവും വരൾച്ചയും മഴയില്ലായ്മയും
എല്ലാം വന്നിരിക്കുന്നു, പട്ടിണി വന്നിരിക്കുന്നു. എന്താണ് കാരണം? ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിനാൽ. പല ആളുകളും ഈ ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് പറയാറുള്ളത് കണ്ടോ, ജനങ്ങളുടെ കൈകൾ മരങ്ങൾ മുറിച്ചു, കുന്നുകൾ ഇടിച്ച് നികത്തി, പാടം നികത്തി, അതുകൊണ്ട് ഭൂമി കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടായി എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകളൊക്കെ പറഞ്ഞ എന്താണ്? ജനങ്ങളുടെ ദുനൂബാണ് ഇതിന് കാരണം, അവരുടെ പാപങ്ങൾ, റബ്ബിനോട് ചെയ്യുന്ന ധിക്കാരം, ശിർക്കും കുഫ്റും, അതുപോലെ വ്യഭിചാരവും മോഷണവും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കലും കള്ളത്തരവും വഞ്ചനയും, ഇതൊക്കെയാണ് കാരണം. അള്ളാഹുവിന്റെ റഹ്മത്ത് പിടിച്ചു വെക്കും ജനങ്ങളുടെ പാപങ്ങൾ കൊണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ആളുകൾ, ശിർക്കിന്റെയും കുഫറിന്റെയും സ്വതന്ത്ര ലൈംഗികതയുടെയും ഒക്കെ ആളുകൾ, എല്ലാ തോന്നിവാസത്തിനും അതിനൊക്കെ മാന്യതയുടെ പരിവേഷം നൽകുന്ന ആളുകൾ, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ എത്ര മരം വെച്ചിട്ടുണ്ട് കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഴ പിടിച്ചു വെക്കാൻ തീരുമാനിച്ചാൽ അല്ല, റബ്ബിലേക്ക് തിരിച്ചു പോവുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ശിർക്കും കുഫറും പാപങ്ങളും അവസാനിപ്പിക്കുക. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞതുപോലെ ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ, റബ്ബിനോട് തൗബ ചെയ്യൂ, നിങ്ങൾ ഇത് അവസാനിപ്പിക്കൂ, നിങ്ങളുടെ പാപങ്ങൾ ശിർക്കും കുഫറും ഒക്കെ. എന്നിട്ട് അല്ലാഹുവിനോട് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യൂ. അവൻ ഗഫാറാണ്, ഏറെ പുറത്തു തരുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ അതാ സമൃദ്ധമായ അല്ലാഹു മുകളിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തരും. യുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, സമ്പത്തും മക്കളെയും തന്ന് അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ, അരുവികളും തോട്ടങ്ങളും അല്ലാഹു നിങ്ങൾക്ക് നൽകും. അസ്തഗ്ഫിറുല്ലാഹ വനതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വനതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വനതൂബു ഇലൈഹി. അപ്പൊ അതാണ് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക, അതാണ് ഏറ്റവും വലിയ പരിഹാരം. അതല്ലാത്ത പരിഹാരമൊന്നും പരിഹാരമല്ല, അതൊക്കെ വെറും തോന്നലുകളാണ്, ഒന്നും സംഭവിക്കില്ല. ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികൾക്ക് അവന്റെ മഴ പിടിച്ചു വെക്കും. പിന്നെ പെയ്യുന്നത് കന്നുകാലികൾക്ക് വേണ്ടിയിട്ടാണ്, അവരോട് റബ്ബിനുള്ള റഹ്മത്ത് കൊണ്ടാണ്. പല മുൻഗാമികളും കവിത പാടിയിട്ടുള്ളതുപോലെ ചെറിയ കുട്ടികളും പല സാധുക്കളായ പല വൃദ്ധന്മാരും അതുപോലെ കന്നുകാലികളും ഒക്കെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മുകളിൽ ചരൽ മഴ വർഷിച്ചേനെ. അങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പല കല്ലുമഴ പെയ്തേനെ എന്ന് പല മുൻഗാമികളും കവിത പാടിയിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് മുൻഗാമികളുടെ ചരിത്രം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു ശേഷമുള്ള തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു, ഖുൽ സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കൂ. ഇങ്ങനെയുള്ള ശിക്ഷ, ഭൂമിയിൽ ഫസാദ് ഇങ്ങനെ ഉണ്ടാകുന്ന എന്തിനാണ്? അള്ളാഹു നമ്മൾ ചെയ്തതിന്റെ ഫലം നമ്മെ അനുഭവിപ്പിക്കാൻ, കുറച്ചനുഭവിപ്പിക്കാൻ. ലഅല്ലഹും യർജിഊൻ, അവർ തിരിച്ചു മടങ്ങാൻ വേണ്ടി. ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുവാൻ, പാപങ്ങൾ അവസാനിപ്പിക്കാൻ. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ സീറൂ ഫിൽ അർദ്, നബിയെ പറയുക, ഭൂമിയിലൂടെ അവരോട് സഞ്ചരിക്കാൻ പറയും. എന്നിട്ട് അവർ നോക്കട്ടെ മുമ്പുള്ളവർ എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത്. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരുടെ അധിക പേരും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളായിരുന്നു. അതാണ് അള്ളാഹു അവരെ ശിക്ഷിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം. ഫദാഖത് വബാല അംരിഹ, അങ്ങനെ അവർ പ്രവർത്തിച്ചതിന്റെ വബാൽ എന്നാൽ അനന്തരഫലം. ഗിബ് എന്നൊരു വാക്ക് അറബിയിൽ ഇതിന് സമാനമായി പറയാറുണ്ട്. വകാന ആഖിബതു അംരിഹ ഖുസ്റ, അവരുടെ കാര്യത്തിന്റെ അന്ത്യം ഖുസ്റ, നഷ്ടമായിരുന്നു, വലിയ നഷ്ടം. ദുനിയാവിൽ എത്ര സുഖിച്ചവനും, അവൻ ജനിച്ചു വീണത് മുതൽ മരിക്കുന്നത് വരെ സുഖിച്ചാലും ശരി, പരലോകം നഷ്ടപ്പെട്ടാൽ കടുത്ത നഷ്ടത്തിലാണ് അവനുള്ളത്. അല്ല, ഈ ലോകത്ത് തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവൻ യഥാർത്ഥത്തിൽ അവൻ അദാബാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ ശിക്ഷയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവന് മനസ്സിലാകാനിട്ടാണ്. ആ മൂടി അത് മരിക്കുന്നതോടെ നീക്കപ്പെടുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ റബ്ബിനെ ധിക്കരിച്ച് തോന്നിവാസത്തിലും തെമ്മാടുത്തത്തിലും ഒക്കെ കഴിയുന്നവൻ യഥാർത്ഥത്തിൽ സുഖിക്കുകയാണെന്ന്? അല്ല, അവൻ സുഖിക്കുകയല്ല, അവൻ അദാബിൽ തന്നെയാണുള്ളത്, ശിക്ഷയിൽ തന്നെയാണുള്ളത്. തന്റെ റബ്ബുമായി ഒരുവൻ അകന്നു പോവുക എന്നത് തന്നെ അവന് ശിക്ഷയാണ്. പക്ഷെ അവന് തിരിയുന്നില്ല. കാരണം ദുനിയാവിന്റെ സക്രത്തിലാണവൻ, അതിന്റെ ലഹരിയിലാണവൻ.
ആ ലഹരിയുടെ മൂടി അത് ആ മരണത്തോടെ നീക്കപ്പെടുകയാണ്. പിന്നെ അവനുള്ളത് യഥാർത്ഥ അദാബാണ്, ശിക്ഷയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. പുണ്യവാന്മാർ അവർ സുഖത്തിലാണ്, ഫാജിറുകൾ അവർ ജഹീമിലാണ്, അവർ നരകത്തിലാണെന്ന് പറഞ്ഞു, ശിക്ഷയിലാണ് അവർ. പല മുൻഗാമികളും പറഞ്ഞിട്ടുണ്ട് ഇന്നൽ അബ്റാർ പുണ്യവാന്മാർ നഈമിലാണെന്ന് പറഞ്ഞാൽ ഫിദ്ദുന്യ ഫിൽ ബർസഖ് ഫിൽ ആഖിറ, ഈ ലോകത്തും ബർസഖിലും സ്വർഗത്തിലുമെല്ലാം. തോന്നിവാസികൾ ജഹീമിലാണെന്ന് പറഞ്ഞാൽ ഈ ലോകത്തും ബർസഖിലും അതുപോലെ നരകത്തിലുമെല്ലാം. കാരണം അല്ലാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട്, അവൻ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുകയും റബ്ബ് വെറുക്കുന്നത് വെറുക്കുകയും ചെയ്യുന്നത് കൊണ്ട്, അല്ലാഹു ഹറാമാക്കിയത് ഒഴിവാക്കുന്നത് കൊണ്ട് അടുത്തു തന്നെ കാലമധികം വൈകാതെ മുഅ്മിനിന്റെ ഖൽബിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന സന്തോഷവും ആഹ്ലാദവും സുഖവുമുണ്ട്. ഒരിക്കലും പാപിക്കത് കിട്ടുകയില്ല. അവന്റെ ഖൽബ് വളരെ മോശമായ അവസ്ഥയിലായിരിക്കും. ഖൽബിലുള്ള നഈം, അതിനുള്ള സുഖം, അതാകുന്നു യഥാർത്ഥ സുഖം. എന്നാൽ പല ലഹരിയും അവനെ മൂടി അവനത് തിരിച്ചറിയുന്നില്ല. പാപി തിരിച്ചറിയുന്നില്ല. മരണത്തോടെ അത് തിരിച്ചറിയുമെന്നാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദ ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബില്ലദീന ആമനൂ ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റാ റസൂലൻ യത്ലൂ അലൈക്കും ആയാതില്ലാഹി മുബയ്യിനാതിൻ ലിയുഖ്രിജല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാതി മിനൽ ളുലുമാതി ഇലൻ നൂർ വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സാലിഹാ يدخله جنات تجري من تحتها الأنهار خالدين فيها أبدا قد أحسن الله له رزقا. الله പറയുന്നു أعد الله لهم عذابا شديدا. ഇങ്ങനെ റബ്ബിനെ നിഷേധിച്ചവർക്ക് അല്ലാഹു ശദീദായ കടുത്ത ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു. കടുത്ത ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു, അഥവാ നരകമാകുന്ന ശിക്ഷ. നഊദു ബില്ലാഹ്. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കൂ നിങ്ങൾ. യാ ഉലിൽ അൽബാബില്ലദീന ആമനു, മുഅ്മിനുകളായ ബുദ്ധിയുള്ളവരെ. അപ്പൊ റബ്ബിനെ സൂക്ഷിക്കുന്നവൻ തഖ്വയുണ്ടോ? ബുദ്ധിയുള്ളവൻ മാത്രമാണ് റബ്ബിനെ സൂക്ഷിക്കുകയുള്ളൂ. തഖ്വയില്ലേ, റബ്ബിനെ സൂക്ഷിക്കുന്നില്ലേ, അവന് ബുദ്ധിയില്ല, ലുബ്ബില്ല, ബുദ്ധിയില്ല. കാരണം ബുദ്ധിയുള്ളവൻ ഒരിക്കലും ഒരു ഖൈർ ഒഴിവാക്കി ഒരു ഷർറ് തെരഞ്ഞെടുക്കുകയില്ല. നീണ്ടു നിൽക്കുന്ന അവസാനിക്കാത്ത ദുഃഖവും നഷ്ടവും തെരഞ്ഞെടുത്ത് തുച്ഛമായ ലാഭം, തുച്ഛമായ താൽക്കാലികമായ സുഖം അത് നേടി നീണ്ടു നിൽക്കുന്ന അവസാനിക്കാത്ത ദുഃഖം ഒരിക്കലും ബുദ്ധിയുള്ളവൻ വാങ്ങുകയില്ല. അതാണ് റബ്ബിനെ ധിക്കരിക്കുന്നവൻ ചെയ്യുന്നത്. ദുനിയാവിലെ തുച്ഛമായ തീർന്നു പോകുന്ന, ദുനിയാവിൽ തന്നെ പല മോശമായ ഫലങ്ങളുമുള്ള പാപങ്ങൾ അവൻ ചെയ്യുന്നു. നഷ്ടപ്പെടുത്തുന്ന എന്താ? ഏറ്റവും വലിയ ലാഭം, നീണ്ടു നിൽക്കുന്ന സുഖങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, നീ ഓർക്കുക, പാപങ്ങൾ നിനക്ക് ചെയ്യാൻ തോന്നിയാൽ അള്ളാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ള നല്ലവരായ ഇണകളെ, സ്വർഗത്തിലുള്ള ഇണകളെ നീ ഓർക്കുക. അവർക്കുള്ള മഹർ അതല്ലാഹു നിന്നോട് ഇവിടെയാണ് ഒരുക്കി വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവർക്കുള്ള മഹർ എന്താണ്? തഖ്വയാണ്. റബ്ബിനെ നീ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് അവർക്കുള്ള മഹറാണ്. അവർ നിന്നെ കാത്തിരിക്കുമെന്ന്. സഹോദരങ്ങൾ, അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും ഖൈറായത്, വളരെ നശ്വരമായതിനു വേണ്ടി ഉപേക്ഷിക്കുക എന്നത് ബുദ്ധിയില്ലാത്തവന്റെ പണിയാണ്. ദുനിയാവിൽ അങ്ങനെ ഒരുത്തൻ ചെയ്താൽ നമ്മൾ പറയൂലേ, എന്ത് വിവരക്കേടാണ് അവൻ ചെയ്തത്, എന്ത് വിവരക്കേടാണ് അവൻ ചെയ്തത് എന്ന് ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് നമ്മൾ പലരെയും പറയും. ദുനിയാവിന്റെ നഷ്ടമാകട്ടെ, പലതും തിരിച്ചു പിടിക്കാൻ റബ്ബിന്റെ തൗഫീഖോടെ സാധിക്കുന്നതാണ്. എന്നാൽ ആഖിറത്ത് നഷ്ടപ്പെട്ടാൽ ആരുടെ നമുക്കത് തിരിച്ചു തരാൻ? നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ പോലും ഓടിയകലും. ഉപ്പ മക്കളെയും, മക്കൾ ഉപ്പാനെയും, ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയും ഒക്കെ കണ്ടാൽ ഓടിയകലുമെന്നാണ്. ഓരോരുത്തരും അവന്റെ കാര്യം തന്നെ മതി, അവന്റെ കാര്യത്തിൽ തന്നെ അവൻ ശുഗലായിപ്പോകും. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ അമൽ അതാണ് നമുക്ക് ബാക്കിയാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ മരിച്ചാൽ അതാ അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും അവന്റെ അമലും അവന്റെ കൂടെ പോകുന്നു. രണ്ടെണ്ണം തിരിച്ചു വരുന്നു, ഒന്ന് മാത്രം അവന്റെ കൂടെ. നമ്മുടെ കൂട്ടിനാരാണ്?
നമ്മുടെ അമലാണ്. അത് ഭംഗിയുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിൽ നല്ല സാലിഹായ ഒരുത്തന്റെ അമൽ വരും. അവൻ ചോദിക്കും, നീ ഏതാണ്, നീ ആരാണ്, ഈ നിന്റെ ഭംഗിയുള്ള മുഖം നീ ഏതാണ്? പറയും, അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സാലിഹായ അമലാണ് എന്ന് മുഅ്മിനിനോട് പറയുമെന്നാണ്. നേരെ തിരിച്ചാണ് റബ്ബിനെ ധിക്കരിച്ചവന്റെ അവസ്ഥ. ഏറ്റവും വൃത്തികെട്ട മോശമായ രൂപത്തിൽ ഒരുവൻ വരും. ആരാണ് നീ, ഏതാണ് നിന്റെ ഈ വൃത്തികെട്ട രൂപം എന്ന് ചോദിക്കും. ഞാൻ നിന്റെ മോശമായ അമലാണ് എന്ന് പറയും. അപ്പൊ സഹോദരങ്ങൾ, റബ്ബ് ഒരാളോടും അനീതി ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കുക. നിന്റെ അമൽ നന്നായോ, നിന്റെ വിശ്വാസവും നിന്റെ അമലും നന്നായോ, അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് നീ വിട്ടുനിന്നിട്ടുണ്ടോ, അള്ളാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് അതിമഹത്തായ ഏറ്റവും ഖൈറായ കാര്യമാണ്. റബ്ബ് നിന്നെ അതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു അവന്റെ സമാധാനത്തിന്റെ ഗേഹമായ സ്വർഗത്തിലേക്ക് നിന്നെ വിളിക്കുന്നു. എങ്ങനെയാണ് റബ്ബിന്റെ വിളി തട്ടി തെറിപ്പിച്ച് ആ വിളിക്ക് ഉത്തരം നൽകാതെ നരകത്തിലേക്ക് ഓടുന്നത്? അള്ളാഹു ചോദിച്ചില്ല, ഫൈന തദ്ഹബൂൻ, പിന്നെ നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഫൈന തദ്ഹബൂൻ, എവിടെയാണ് നിങ്ങൾ പോകുന്നത്? റബ്ബ് ദാ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും ഫഅലമൂ അന്ന അല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി. ഇതാ മുഅ്മിനുകളെ, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വിളിച്ചാൽ, എന്ന് പറഞ്ഞാൽ ഖൽബിനുള്ള ഹയാത്താണ് വഹി എന്ന് പറയുന്നത്. കിതാബും സുന്നത്തും അനുസരിച്ചുള്ള ജീവിതം, അതിന്റെ നൂറ് നീ നേടിയെടുത്തോ, നിന്റെ ഖൽബ് അപ്പോഴേ ജീവനുള്ളതാവും. നീ ചത്തുപോയിരിക്കും. നിങ്ങൾ അറിയണം, അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്കും ഒരു മനുഷ്യനും അവന്റെ ഖൽബിനുമിടയിൽ മറയിട്ട് കളയും. എന്ന് പറഞ്ഞാൽ ഖൽബിനും നമുക്കുമിടയിൽ മറയിട്ട് കളഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, പിന്നെ ഖൈർ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ ബുദ്ധിയുള്ളവരാണ് വിളിച്ചു പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്ന്. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബില്ലദീന ആമനു. ആരാണ് സ്വയം ബുദ്ധിയില്ലാത്തവനാണെന്ന് വിശേഷിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുക? ഒരാൾ ഇഷ്ടപ്പെടൂല. ഒരു ബുദ്ധിയില്ല എന്ന് നമ്മളെ കുറിച്ച് ഒരാൾ പറയുന്നത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. നമ്മുടെ അഖലിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരാളും ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിനെ നീ സൂക്ഷിക്കുന്നില്ലേ, നിനക്ക് ബുദ്ധിയില്ല. റബ്ബ് വിളിച്ചിട്ടുള്ളത് ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബില്ലദീന ആമനു, ബുദ്ധിയുള്ളവരെ, ബുദ്ധിയുള്ള മുഅ്മിനുകളെ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കൂ. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റ, അള്ളാഹു നിങ്ങളെ ഇരുട്ടിൽ വിട്ടിട്ടില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും തോന്നിയതുപോലെ ജീവിക്കും. അള്ളാഹിനെ സൂക്ഷിക്കേണ്ടത് എങ്ങനെ? മറ്റേ ആൾ പറയുന്ന പോലെയാണോ? ഇന്ന ആള് പറയുന്നത് പോലെയാണോ? ആരെങ്കിലും പറയുന്നത് പോലെയല്ല, മറിച്ച് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. റബ്ബ് അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല, ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും ഖൈറായ, ഏറ്റവും മാന്യമായ ഈ ജീവിതമാർഗവുമായി വഹയുമായി നിങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റ, അള്ളാഹു നിങ്ങൾക്കൊരു ദിക്ർ അതിറക്കി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ് അവൻ നമ്മെ ഇസ്ലാമിലേക്ക് വഴി നടത്തി അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് അയച്ചു എന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ റഹ്മത്തായിട്ടല്ലാതെ ഓ നബിയെ താങ്കളെ നാം അയച്ചിട്ടില്ല. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഹിദായത്തിന്റെ മാർഗം നമുക്ക് കാണിച്ചു തരുന്ന പ്രകാശിക്കുന്ന വിളക്കാകുന്നു എന്ന് അല്ലാഹു അവന്റെ കിതാബിൽ പറഞ്ഞു. റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹ്, എന്താണ് അല്ലാഹു അവതരിപ്പിച്ച ദിക്ർ? റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹ്, ഒരു റസൂൽ. ആ റസൂൽ എന്താണ് ചെയ്യുന്നത്? ഒരു ദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലു അലൈക്കും ആയാത്തില്ലാഹ്, യത്ലു അലൈക്കും, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഓതി തരുന്നു. ആയാത്തില്ലാഹ്, അല്ലാഹുവിന്റെ ആയത്തുകൾ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത ആശയമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിച്ചമച്ചതല്ല. ഹാശാ വകല്ല, ഒരിക്കലും അവിടുന്ന് അത് ചെയ്യുകയില്ല. മറിച്ച് അല്ലാഹുവിന്റെ വഹിയാണ്. മുബയ്യിനാത്തിൻ, എങ്ങനെയുള്ള അല്ലാഹുവിന്റെ ആയത്തുകളാണ്? മുബയ്യിനാത്തിൻ, വ്യക്തമായ ആയത്തുകൾ. അല്ലാഹുവിന്റെ കിതാബിലുള്ളത് എന്താണ്? വളരെ വ്യക്തമായ കാര്യം. ജനങ്ങളെ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്, ജനങ്ങളെ കൊലപാതകം പാടില്ല, വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത്, വഞ്ചിക്കരുത്, അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തരുത്. എത്ര വ്യക്തമായ കാര്യങ്ങളാണ്, എത്ര ഖൈറാണ്, എത്ര നല്ല സന്മാർഗമാണ്, എത്ര നല്ല സന്മാർഗം. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് അവനെ ഇബാദത്ത് ചെയ്യാൻ,
സാധുക്കളെ സഹായിക്കാൻ, പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ, നോമ്പെടുക്കാൻ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നോക്കി, എത്ര ഹൈറായ കാര്യങ്ങളാണ്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ നോക്കൂ, അതെത്ര മോശമായ കാര്യങ്ങളാണ്. അത് വൃത്തികെട്ടതായതുകൊണ്ടാണ് അള്ളാഹു വിരോധിച്ചിട്ടുള്ളത്. എത്ര നല്ല സന്മാർഗമാണിത്. ഇതിനേക്കാളും ഹൈറായത് മാർഗമുണ്ട്. ആർക്ക് കാണിച്ചു തരാൻ സാധിക്കും? ഇത് റബ്ബിന്റെ സന്മാർഗമാണ്. ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور. എന്തിനാണ് അല്ലാഹു ഈ റസൂലിനെ ഈ മുബയ്യിനാത്തായ വ്യക്തമായ ആയത്തുകളുമായി അയച്ചത്? ليخرج الذين آمنوا وعملوا الصالحات. ഈമാനും അമലു സാലിഹാത്തുമുള്ള സത്യവിശ്വാസവും യഥാർത്ഥ വിശ്വാസവും സാലിഹായ നല്ല പ്രവർത്തനങ്ങളും ചെയ്യുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ, രക്ഷപ്പെടുത്താൻ. മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. നോക്കി, ഇരുട്ടുകൾ എന്നതിന് അല്ലാഹു ജംആണ്, ബഹുവചനമാണ് പറഞ്ഞത്. ദുൽമത്തുൻ എന്നല്ല, ദുലുമാത് ഇരുട്ടുകൾ എന്നാണ് പറഞ്ഞത്. എന്നാൽ പ്രകാശത്തെ അല്ലാഹു അന്നൂർ എന്ന ഒറ്റ വാക്കാണ് പറഞ്ഞത്. അൻവാർ പ്രകാശങ്ങൾ എന്ന് പറഞ്ഞില്ല, അന്നൂർ എന്നാണ് പറഞ്ഞത്. കാരണം അതൊന്നേ ഉള്ളൂ വിളിച്ചു, ബാക്കിയൊക്കെ ഇരുട്ടാണ്. ഒരേ ഒരു മാർഗം ഇസ്ലാം, അത് മാത്രമാകുന്നു റബ്ബ് അവതരിപ്പിച്ച ശരിയായ മാർഗം. എന്താണ് ഈ ദുലുമാത്ത് എന്ന് പറഞ്ഞാൽ? ഇബ്നു കസീർ പറയുന്നു റഹിമഹുല്ലാഹ്, ഐ മിൻ ദുലുമാത്തിൽ കുഫ്രി വൽ ജഹ്ലി ഇലാ നൂറിൽ ഈമാനി വൽ ഇൽം. ഐ മിൻ ദുലുമാത്തിൽ കുഫ്രി വൽ ജഹൽ, കുഫറിന്റെയും നിഷേധത്തിന്റെയും റബ്ബിനെയും അവൻ അവതരിപ്പിച്ച ദീനിലെ കാര്യങ്ങളെയും നിഷേധിക്കുന്ന കുഫറിന്റെ ഇരുട്ടുകളിൽ നിന്ന്, വൽ ജഹലി വിവരക്കേടിന്റെ ഇരുട്ടിൽ നിന്ന്. എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? എനിക്ക് ഏതാണ് ഹറാം, ഏതാണ് ഹലാൽ? ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പാടുണ്ടോ? പാടില്ലേ? ഞാൻ എങ്ങനെ വിവാഹം ചെയ്യണം? എന്റെ സ്ത്രീകളുമായുള്ള ബന്ധം എങ്ങനെ? എന്റെ സാമ്പത്തിക ഇടപാട് എങ്ങനെ? എന്തൊക്കെയാണ് എനിക്ക് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നീതി, ഏതാണ് അനീതി? ഇതൊന്നും അറിയാത്ത ജഹൽ, അതാണ് അല്ലാഹുവിന്റെ വഹി സ്വീകരിക്കാത്ത ആളുകളുടെ അവസ്ഥ. ഈ ജഹലിന്റെയും കുഫറിന്റെയും ഇരുട്ടുകളിൽ നിന്ന് ഇലാ നൂരിൽ ഈമാനി വൽ ഇൽം, വിശ്വാസത്തിന്റെയും അറിവിന്റെയും വിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വെളിച്ചത്തിലേക്ക്. വഖദ് സമ്മ അല്ലാഹു തആല അൽ വഹ്യ അല്ലദീ അൻസലഹു നൂറാ. അല്ലാഹു അവതരിപ്പിച്ച ഈ ദീനിനെ, വഹീനെ, നൂർ, പ്രകാശമെന്ന് ഖുർആനിൽ വിളിച്ചിട്ടുണ്ട്. പ്രകാശമെന്ന് വിളിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? ലിമാ യഹ്സുലു ബിഹി മിനൽ ഹുദാ, കാരണം അതുകൊണ്ട് ഹുദ, സന്മാർഗം, വെളിച്ചം നമുക്ക് കിട്ടും. അതുപോലെ നൂർ, പ്രകാശമെന്ന റബ്ബ് വഹീനെ വിളിച്ചതുപോലെ കമാ സമ്മാഹു റൂഹ, അള്ളാഹു അതിനെ റൂഹ് എന്നും വിളിച്ചിട്ടുണ്ട്. റൂഹ് എന്താണ്? ആത്മാവാണ്, ജീവൻ നൽകുന്ന കാര്യമാണത്. എന്തുകൊണ്ടാണ്? ലിമാ യഹ്സുലു ബിഹി മിൻ ഹയാത്തുൽ ഖുലൂബ്, കാരണം ഖൽബിന് ജീവൻ കിട്ടുന്നത് ഈ വഹീ കൊണ്ടാണ്. ഏത് ആയത്തിലാണത്? സൂറത്തു ശൂറായിൽ അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. وكذلك الله سبحانه وتعالى برنو وكذلك أوحينا إليك روحا من أمرنا وكذلك أوحينا إليك روحا من أمرنا ما كنت تدري نوكي آية لدركتنا نمر روحنا وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم صراط الله الذي له ما في السماوات وما في الأرض ألا إلى الله تصير الأمور. سورة الشورى അവസാനിക്കുന്ന ഈ ആയത്തുകൾ കൊണ്ടാണ്. وكذلك أوحينا إليك, ونبي താങ്കൾക്ക് അങ്ങനെ നാം വഹീ നൽകിയിരിക്കുന്നു. റൂഹൻ മിൻ അംരിനാ, നമ്മുടെ കാര്യത്തിൽ നിന്നുള്ള റൂഹ്, ആത്മാവാണിത്. മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, ഓ നബിയെ താങ്കൾക്ക് മുമ്പ് അറിയുമായിരുന്നില്ല എന്താണ് കിതാബ് എന്നോ എന്താണ് ഈമാൻ എന്നോ. ഇത് സൂഫികൾക്കുള്ള മറുപടിയാണ്. കാരണം അവരിൽ പലരും പറയാറുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ആദ്യമേ നബിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആണ് ഹിറാ ഗുഹയിൽ പോയിരുന്നത്. ഇപ്പോ റബ്ബിന്റെ വഹി വരും, അങ്ങനെ റബ്ബിന്റെ വഹീന് സ്വയം ഒരുക്കിയെടുത്ത് കാത്തിരുന്നു എന്നൊക്കെയാണ് സൂഫികൾ പറയാറുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് പലർക്കും അങ്ങനെ ഇരുന്ന അങ്ങനെയൊക്കെ കിട്ടും എന്ന് വിചാരിക്കുന്നത്. അതിന് തെളിവുണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അറിഞ്ഞിട്ടില്ല, മറിച്ച് അല്ലാഹു ആ സമയത്ത് അങ്ങനെ തോന്നിപ്പിച്ചു അവിടെ പോയിരിക്കാൻ. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വന്നപ്പോൾ പേടിച്ചു പോയത്. അവിടുന്ന് പേടിച്ചു വിറച്ചു.
വിറച്ചിട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ജമ്മിലൂനി ജമ്മിലൂനി വസുബ്ബു അലയ്യ മാഅൻ ബാരിദ, ഓ ഖദീജ എന്നെ പുതപ്പിച്ചു തരൂ, എനിക്ക് തണുത്ത വെള്ളം എന്റെ മുകളിൽ ഒഴിക്കൂ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാണ് പേടിക്കുന്നത്? കാത്തിരുന്ന ആളാണ് വന്നതെങ്കിൽ പേടിക്കോ? ഇല്ല. അങ്ങനെ കാത്തിരുന്ന പലരുണ്ടായിരുന്നു. ആ കാലത്ത് കാത്തിരുന്ന പലരുണ്ടായിരുന്നു. സ്വയം നബിയാവുമെന്ന് പ്രതീക്ഷിച്ച് അവർക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് കൊടുക്കുക. അവന്റെ വഹി, അവന്റെ ഹുദ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, മാ കുൻത തദ്രി മൽ കിതാബു വൽ ഈമാൻ, കിതാബ് എന്താണെന്നോ ഈമാൻ എന്താണെന്നോ നബിയെ താങ്കൾ അറിയുമായിരുന്നില്ല. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, മറിച്ച് നാം ഈ വഹീനെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നത്. ഒരു പ്രകാശമാണ്. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, നാം ഉദ്ദേശിക്കുന്ന നമ്മുടെ അടിമകളെ ഇത് മുഖേന നാം സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നു. എന്താണ് ചെയ്യേണ്ടത്? മുന്നോട്ടുള്ള വഴി എന്താണ്? എങ്ങോട്ടാണ് നമ്മുടെ പോക്ക്? അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, ഓ നബിയെ താങ്കൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് നേരായ മാർഗമാണ്. സിറാത്തുല്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളുടെ ആരുടേതാണോ ആ അള്ളാഹുവിലേക്കുള്ള മാർഗം, അവന്റെ മാർഗം. അലാ ഇലല്ലാഹി തസീറുൽ ഉമൂർ, റബ്ബിലേക്കാണ് കാര്യങ്ങൾ, അവനിലേക്കാണ് കാര്യങ്ങൾ തിരിച്ചു പോകുന്നത്. ഇപ്പൊ ഈ ആയത്തിൽ അള്ളാഹു റൂഹെന്നും നൂറെന്നും ഈ വഹീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഖൽബിന് ജീവൻ നൽകുന്ന റൂഹാണ്, അതുപോലെ വഴി കാണിച്ചു തരുന്ന നൂറാകുന്നു അള്ളാഹുവിന്റെ വഹി. ഈ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുപോലെ അള്ളാഹു അവതരിപ്പിച്ച അവിടുത്തെ ഹദീസുകളാകുന്ന വഹിയും. അള്ളാഹു പറയുന്നു, വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സാലിഹാ, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സാലിഹായ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത്, യുദ്ഖിൽഹു, അള്ളാഹു അവനെ പ്രവേശിപ്പിക്കുന്നതാണ്, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ, അതിമനോഹരമായ സ്വർഗപ്പൂന്തോപ്പിൽ, തജ്രി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, ആ തോട്ടങ്ങളുടെ താഴ്ഭാഗത്തുകൂടെ, അൽ അൻഹാറു, അരുവികൾ, ഖാലിദീന ഫീഹാ, അവരവിടെ ശാശ്വതരായിരിക്കും, അവർക്ക് മരണമില്ല, അവരവിടെ പുറത്താക്കപ്പെടുകയില്ല. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, അബദൻ, അബദൻ എന്നാൽ എന്നെന്നും, അബദൻ എന്നാൽ എന്നെന്നും, എന്നെന്നും അവരവിടെ ശാശ്വതരായിരിക്കും. ഖാലിദീൻ എന്നതിനെ ഒന്നുകൂടി തഅക്കീദ് ചെയ്ത് പറയുന്ന വാക്കാണ് അബദൻ എന്നത്. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, അങ്ങനെയുള്ളവൻ അള്ളാഹു റിസ്ക് ഏറ്റവും നന്നാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഏറ്റവും അഹ്സനായ റിസ്ക്കാണ് സ്വർഗത്തിലുള്ളത്. നോക്കൂ, ഈ ഭൂമിയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എത്ര മനോഹരമാണ് ഈ ഭൂമിയിലെ പല സ്ഥലങ്ങളും. നമ്മൾ പോകാറുള്ള, നമ്മൾ കാണാൻ ചെല്ലാറുള്ള, നമുക്ക് കൺകുളിർമയേകുന്ന എത്ര എത്ര സ്ഥലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. മനോഹരമായ തോട്ടങ്ങൾ, മനോഹരമായ അരുവികൾ. എന്നാൽ അതിൽ പലതിലും പല അപകടങ്ങളുണ്ട്. നല്ല ഭംഗിയുള്ള കാടായിരിക്കും, നല്ല ഭംഗിയുള്ള ചെടികളായിരിക്കും, എന്നാൽ അതിനിടയിലൂടെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടി വരും. പ്രാണികളുണ്ടാവും, പുഴുക്കളുണ്ടാവും, അപകടങ്ങൾ പലതും പതിയിരിക്കുന്നുണ്ടാവും. നമുക്ക് ഉദ്ദേശിക്കുന്നതല്ല എല്ലാം അവിടെ ഉണ്ടോ? ഇല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിൽ അത് അതീവ മനോഹരമാണ്. അവിടെ ഒന്നും ഒരു ഷർറും ഇല്ല, വേദനിപ്പിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ ആയ ഒന്നുമില്ല. മറിച്ച് പരിപൂർണമായ സുഖവും സന്തോഷവും ആഹ്ലാദവും മാത്രമാണ് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിന്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, സൂറത്ത് മുഹമ്മദിൽ, മസലുൽ ജന്നത്തിൽ ലത്തി വുഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം, ഫിഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, കലർപ്പില്ലാത്ത മോശമാകാത്ത പരിശുദ്ധമായ വെള്ളത്തിന്റെ അരുവികൾ, വൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചി മാറാത്ത പരിശുദ്ധമായ പാലിന്റെ അരുവികൾ, വൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് വളരെ രുചികരമായ ഖംറിന്റെ, മദ്യത്തിന്റെ, കുടിച്ചാൽ തലക്ക് തകരാറോ ബുദ്ധിഭ്രമമോ ഇല്ലാത്ത, കേടുപാടുകളില്ലാത്ത, എന്നാൽ രുചിയുള്ള ഖംറിന്റെ അരുവികൾ, വൻഹാറും മിൻ അസലിൻ മുസഫ, പരിശുദ്ധമായ തേനിന്റെ അരുവികൾ, വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്തി വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവർക്കവിടെ എല്ലാ പഴങ്ങളുമുണ്ട്, റബ്ബിന്റെ പാപമോചനവുമുണ്ട്. ഇങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം ലഭിച്ചവനും
كمن هو خالد في النار وسقوا ماء حميما فقطع أمعاءهم നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചുട്ടുപൊള്ളുന്ന വെള്ളം കുടിപ്പിക്കപ്പെടുകയും അത് മുഖേന ഉള്ളിലുള്ളതൊക്കെ പൊട്ടി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നവൻ രണ്ടും ഒരുപോലെയാണോ? അള്ളാഹുവിന്റെ ചോദ്യം നോക്ക്. ഈ പറഞ്ഞ സ്വർഗത്തിൽ കടക്കുന്നവരും റബ്ബിന്റെ തൃപ്തിയും അവന്റെ മഗ്ഫിറത്തും എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കഴിയുന്നവരും നരകത്തിൽ ഇത് സഹിച്ചു കഴിയുന്നവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇത് രണ്ടും ഹഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തഹജ്ജുദിൽ, അവിടുത്തെ രാത്രി നിസ്കാരത്തിൽ അതിനെണീറ്റ് ദുആ ചെയ്യുന്ന ദുആയിലുള്ളതാണ് വൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. സ്വർഗ്ഗം അത് ഹഖാണ്, നരകം അത് ഹഖാണ്. എന്താണ് ഹഖാണെന്ന് പറഞ്ഞാൽ? അതുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും സഹോദരങ്ങൾ എന്റെയും നിങ്ങളുടെയും മസീർ. ഇമ്മ ജന്ന ഔ ഇമ്മ നാർ. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തേക്കാണ് എന്റെയും നിങ്ങളുടെയും മസീർ, നമ്മുടെ അന്ത്യം, അവസാനം ഇവിടെയാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ അതിനെ കുറിച്ച് എത്ര ആലോചിച്ചിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന. അല്ലാഹു പറയുന്നു, അല്ലാഹു അല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ وأن الله قد أحاط بكل شيء علما. അവസാനത്തെ ആയത്താണ്. അല്ലാഹു അല്ലദീ, ഏതൊരു അല്ലാഹുവാണ് അവൻ, അല്ലദീ ഖലഖ, അവനാകുന്നു സൃഷ്ടിച്ചത്, സബഅ സമാവാതിൻ, 7 ആകാശങ്ങളെയും, വമിനൽ അർദി, ഭൂമിയിൽ നിന്ന്, മിസ്ലഹുന്ന, ഭൂമിയിൽ നിന്ന് അതുപോലുള്ളതിനെ. അഥവാ ആകാശം 7 എണ്ണം ഉണ്ടെങ്കിൽ ഭൂമിയും 7 എണ്ണമുണ്ട് എന്നതിന് ഈ ആയത്തിൽ വ്യക്തമായ തെളിവുണ്ട്. 7 ആകാശങ്ങളും അതുപോലെ ഭൂമിയും പടച്ചവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞു. യതനസ്സലുൽ അംറു, കാര്യം അവതരിപ്പിക്കുന്നു, ഇറങ്ങുന്നു, ബൈനഹുന്ന, അതിനിടയിൽ. അല്ലാഹുവിന്റെ അംർ, അവന്റെ കൽപ്പന, അവൻ തീരുമാനിച്ച കാര്യം ഇറങ്ങുന്നു അതിനിടയിൽ. ലിതഅലമൂ, നിങ്ങൾ അറിയാൻ, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണെന്ന്. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അഹാത, അവൻ വലയം ചെയ്തിരിക്കുന്നു, ബികുല്ലി ഷൈഇൻ ഇൽമാ, എല്ലാ കാര്യത്തിനെയും അവന്റെ ഇൽമു കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. എല്ലാത്തിനെയും കുറിച്ച് വ്യക്തമായ, ഒന്നും വിട്ടുപോകാത്ത അറിവ് ഉള്ളവനാണ്. അവന്റെ ഇൽമും അവന്റെ ഇഹാത്തത്തും എല്ലാത്തിനും മുകളിലുമുണ്ട്. നോക്കൂ, നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന അതിവിശാലമായ വിസ്തൃതമായ ആകാശം, അതിലെ കോടാനുകോടി നക്ഷത്രങ്ങൾ, ഇതുപോലെ 7 ആകാശങ്ങൾ, ഭൂമി, അതിവിശാലമായ ഭൂമി, താഴേക്ക് 7 ഭൂമികൾ. ഇതിലെല്ലാം കാര്യങ്ങൾ നടക്കുന്നത് റബ്ബിന്റെ തീരുമാനമനുസരിച്ചാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതെല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലെല്ലാം നടക്കുന്നത് ഓരോന്നും അറിയുന്നവനാണ്. അവന്റെ ഇൽമു കൊണ്ട് അവൻ വലയം ചെയ്തിരിക്കുന്നവനാണ്, ഇഹാത്തത്ത് ചെയ്തിരിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. 7 ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മുകളിലേക്കാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ളത് 1ാമത്തെ ആകാശം, പിന്നെ അതിന് മുകളിലുള്ളത് 2ാമത്തെ, അതിന് മുകളിൽ 3ാമത്തെ, അങ്ങനെ 7 ആകാശങ്ങൾ. 7 ആകാശങ്ങൾക്ക് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസിയും, അതിന് മുകളിൽ അവന്റെ അർശും, ഏറ്റവും മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. അവന്റെ മുകളിൽ യാതൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് പറഞ്ഞു, അൻതല്ലാഹിർ വലൈസ ഫൗഖക ശൈ, അല്ലാഹുവേ നീയാണ് മുകളിലുള്ളത്, നിനക്ക് മുകളിൽ ഒന്നുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ചെയ്യുന്ന ഒരു ദുആയിൽ പറഞ്ഞു. 7 ഭൂമി എന്നത് ഹദീസുകളിൽ, ഈ കിതാബിൽ വന്നത്, അല്ലാഹുവിന്റെ കിതാബിൽ വന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. ഇബ്നു കസീർ പറയുന്നു റഹിമഹുല്ലാഹ്, യഖൂലു തആല മുഖ്ബിറൻ, അല്ലാഹു നമ്മെ അറിയിച്ചുകൊണ്ട് പറയുന്നു, അൻ ഖുദ്റതിഹി താമ്മ വസുൽത്താനിഹിൽ അളീം, അല്ലാഹുവിന്റെ പരിപൂർണമായ ഖുദ്റ, അവന്റെ കഴിവ്, അതുപോലെ അവന്റെ മഹത്തായ സുൽത്താൻ, അവന്റെ അധികാരം. അല്ലാഹു അവന്റെ ഏറ്റവും പരിപൂർണമായ ഖുദ്റത്തിനെ കുറിച്ചും അവന്റെ അതിമഹത്തായ സുൽത്താൻ,
അവന്റെ അധികാരത്തെക്കുറിച്ചുമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ 7 ആകാശങ്ങളും 7 ഭൂമിയുമെല്ലാം ആരുടെ നിയന്ത്രണത്തിലാണ്? റബ്ബിന്റെ മാത്രം. ഇതെല്ലാം ആരുടേതാണ്? അള്ളാഹുവിന്റെ അധികാരത്തിൽ മാത്രം. ഒരാൾക്കും അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഒന്നും അവന്റെ സുൽത്താനിൽ ചെയ്യാൻ സാധ്യമല്ല. ഇത് തന്നെ തെളിവാണ്. റബ്ബിന്റെ ശരീഅത്ത്, അവന്റെ കൗനിൽ അവൻ നിശ്ചയിച്ച് ഈ ലോകത്ത് അവൻ തീരുമാനിച്ചത് മാത്രമേ നടക്കുമെങ്കിൽ പിന്നെങ്ങനെയാണ് അവന്റെ പടപ്പുകളായ നമ്മൾ അവനെതിരായത് ചെയ്യുക? അല്ലാഹുവിനെ അനുസരിക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ് എന്നതിൽ മാത്രം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇബ്നു കസീർ പറയുന്നു, ലിയകൂന ദാലിക ബാഇസൻ അലാ തഅദീമി മാ ശറഅ മിന അദ്ദീൻ അൽഖവി. അല്ലാഹുവിന്റെ പടപ്പുകളെ കുറിച്ച് ആലോചിച്ചാൽ, അതിനെക്കുറിച്ച് ശരിക്ക് ചിന്തിച്ചാൽ ആ ചിന്ത അവനെ പ്രേരിപ്പിക്കും അള്ളാഹുവിന്റെ ശറഇനെയും അതുപോലെ വില കൽപ്പിക്കാൻ. അള്ളാഹുവിന്റെ ശറഅ, അവന്റെ ദീൻ, അവന്റെ ദീനിന്റെ നിയമങ്ങൾ, അതിന് മഹത്വം കൽപ്പിക്കാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവന് തോന്നേണ്ടതാണ്. ആകാശ ഭൂമികളിൽ കാര്യങ്ങൾ നടക്കുന്ന അള്ളാഹിന്റെ തീരുമാനമനുസരിച്ച് മാത്രം. പിന്നെങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെതിരായത് നമ്മൾ ചെയ്യുക, അവനിഷ്ടമല്ലാത്തത് നാം ചെയ്യുക? അത് പാടില്ല. അള്ളാഹു അവനനുസരിക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിസ്കരിക്കാൻ, സകാത്ത് കൊടുക്കാൻ, നോമ്പ് നോക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അവൻ വെറുക്കുന്ന, നമുക്ക് തന്നെ ഈ ലോകത്തും പരലോകത്തും ഷർറായ വൃത്തികെട്ട കാര്യങ്ങൾ റബ്ബ് നമ്മെ വിലക്കിയിരിക്കുന്നു. അതിനെ ബഹുമാനിക്കാൻ ഈ ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കുന്നവന് പ്രേരണ ഉണ്ടാകേണ്ടതാണ്. 7 ഭൂമികൾ എന്ന ഈ ആയത്തിൽ സൂചനയുണ്ടല്ലോ. ഹദീസിൽ അത് വ്യക്തമായി വന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസിൽ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളാണ് സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഒരു പെണ്ണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിന്നീട് ഒരു സ്ത്രീ ഭൂമി അദ്ദേഹം അന്യായമായി തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് മർവാൻ എന്ന ഖലീഫയുടെ അടുത്ത് പരാതിയുമായി ചെന്നു. സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബി. അദ്ദേഹത്തെ കുറിച്ചാണ് ഈ കള്ള ആരോപണം പറഞ്ഞത്. അപ്പോ മർവാൻ ഖലീഫ, അന്നത്തെ ഖലീഫ മർവാൻ ഇബ്നുൽ ഹക്കം സഈദ് ഇബ്നു സെയ്ദിനെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയുണ്ടല്ലോ ഒരു സ്ത്രീ പറയുന്നത്. അപ്പോൾ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനെങ്ങനെ ഭൂമി കെട്ടെടുക്കാനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ ഒരു ഹദീസ് കേട്ടവനാണ് ഞാൻ, പിന്നെ എങ്ങനെ ഞാനിത് ചെയ്തു? എന്നിട്ട് അവിടുന്ന് ഹദീസ് പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ളലമ മിനൽ അർദി ശൈഅൻ തുഹിഖഹു മിൻ സബ്ഇ അർദീൻ. ആരെങ്കിലും ഭൂമി വല്ലതും അന്യായമായി അവനവൻ്റെതാക്കിയാൽ 7 ഭൂമികളിൽ നിന്ന് ഖിയാമത്ത് നാളിൽ അവന്റെ കഴുത്തിൽ അണിയിക്കപ്പെടും. ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞാൽ ഈ ശിക്ഷകൾ നരകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ്. സകാത്ത് മുടക്കിയവൻ, പലിശ തിന്നവൻ, അതുപോലെ ഭാര്യമാർ 2 പേരുണ്ടെങ്കിൽ അനീതി കാണിച്ചവൻ, അതുപോലെ ഭൂമി കട്ടെടുത്തവൻ, ചതിച്ചവൻ, ഇങ്ങനെ പലരും ആഖിറത്തിൽ തന്നെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അവർ അപമാനിക്കപ്പെടും. അവർക്ക് മോശമായ അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് തന്നെ നൽകും. നഊദു ബില്ലാഹ്. അതിൽപ്പെട്ടതാണ് ഭൂമി തട്ടിയെടുത്തവൻ, അവൻ 7 ഭൂമികളിൽ നിന്ന് കഴുത്തിൽ അണിയിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഈദ് ഇബ്നു സെയ്ദിനെ കുറിച്ച് ഈ പെണ്ണ് പിന്നെയും ആരോപണം പറഞ്ഞു. അങ്ങനെ സഈദ് ഇബ്നു സെയ്ദ് അവസാനം സഹികെട്ട് ആ സ്ത്രീക്ക് അതിൽ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹു അവളുടെ കാഴ്ച നീ ഇല്ലാതാക്കണം. അവളുടെ അങ്ങനെ ആ സ്ത്രീയുടെ കാഴ്ച നശിച്ചു പോവുകയും പിന്നീട് സ്വന്തം വീട്ടിലുള്ള ഒരു കിണറ്റിൽ വീണ് ആ സ്ത്രീ മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുകയുണ്ടായി. അതുപോലെ നോക്ക്, ഇതേപോലെ ഈ ഹദീസ് ഈ 7 ഭൂമിയിൽ നിന്ന് ഇങ്ങനെയുള്ളവന്റെ കഴുത്തിൽ ചാർത്തപ്പെടുമെന്ന് പല സഹാബിമാർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നൊരു താബിഈ ഉണ്ട്, വളരെ മഹാനായ താബിഈയാണ് അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അദ്ദേഹം ഫുഖഹാ ഉസബ 7 മദീനയിലെ 7 ഫുഖഹാ താബികളുടെ കാലത്തെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളായി ഇദ്ദേഹം എണ്ണപ്പെട്ടിട്ടുണ്ട്. അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സഹാബിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മകനാണ്. അബൂ സലമ ഒരിക്കൽ അദ്ദേഹം പറയുന്നു, വകാന ബൈനഹു ബൈന ഖൗമിഹി ഖുസൂമത്തുൻ ഫി അർദിൻ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും തമ്മിൽ ഒരു സ്വത്ത് തർക്കമുണ്ടായിരുന്നു ഭൂമിയുടെ വിഷയത്തിൽ. ഇന്നത്തെ കാലത്ത് ഒരുപാടുള്ള ഒരു തർക്കമാണിത്. ഭൂമിക്ക് വളരെ വിലയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചു
നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെയാണ്. ആളുകൾ കുറച്ച് സ്ഥലത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്നത് കൊണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഭൂസ്വത്ത് വളരെ വിലപിടിപ്പുള്ളതാണ് നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് തർക്കങ്ങളും ചെറിയ സ്ഥലങ്ങളുടെ പേരിലൊക്കെ തർക്കങ്ങളും കൂടും. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, റബ്ബിനെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത്. അബൂ സലമ റഹിമഹുല്ലാഹ് താബിഈ, ഇദ്ദേഹം ഇങ്ങനെ ഒരു കൂട്ടരുമായി തർക്കമുണ്ടായി. അങ്ങനെ വഅന്നഹു ദഖല അലാ ആയിഷ റളിയല്ലാഹു അൻഹാ. എന്നിട്ട് ഈ തർക്കം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്ന് ഇദ്ദേഹം പറയും, ഫദക്കറ ദാലിക ലഹാ ഫഖാലത്. ആയിഷ റളിയല്ലാഹു അൻഹാ അബൂ സലമയോട് പറഞ്ഞു, യാ അബാ സലമ, അബൂ സലമ, ഇജ്തനിബിൽ അർദ്, ഭൂമിയെ നീ വിട്ടേക്ക്, ഭൂമിയുടെ കാര്യം നീ വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിക്കണം എന്നാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കുക. കാരണം എന്താ, ഈ ലോകത്ത് നഷ്ടപ്പെടുന്നത് വളരെ ചെറിയ ഒരു നഷ്ടമായിരിക്കും. അല്ല, റബ്ബിനെ സൂക്ഷിച്ച് എന്തൊഴിവാക്കിയാലും റബ്ബ് അതിനേക്കാൾ ഖൈർ അത് പകരം തരും. ഈ ലോകത്ത് ദുൽമായി ഈ ലോകത്ത് നമ്മൾ വല്ലതും കൈക്കലാക്കിയിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ അബാ സലമ ഇജ്തനിബിൽ അർദ്, ഭൂമി വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം നന്നായി സൂക്ഷിക്കുക. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ളലമ ഖീദ ശിബ്രിൻ മിനൽ അർദ്, ആരെങ്കിലും ഒരു ചാൺ ഭൂമി അന്യായമായി അവനവൻ്റെതാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ചാൺ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്, ഒരു മുഴം പോലുമില്ല, ഒരു കൈയുടെ അത്രയും കൂടി ഇല്ല, അതിന്റെയും താഴെ, 7 ഭൂമിയിൽ നിന്ന് അവന്റെ കഴുത്തിൽ ചാർത്തപ്പെടും. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ഹദീസ് നോക്ക്. ഇതേപോലെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ ശൈഅൻ മിനൽ അർദ് ബിഗൈരി ഹഖ്ഖിഹി, ആരെങ്കിലും അന്യായമായി തന്റേതല്ലാത്ത ഭൂമി കൈവശപ്പെടുത്തിയാൽ ഖുസിഫ ബിഹി യൗമൽ ഖിയാമത്തി ഇലാ 7 അർദീൻ, 7ാമത്തെ ഭൂമിയിലേക്ക് അവൻ താഴ്ത്തപ്പെടും ഖിയാമത്ത് നാളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു ഉമർ റിവായത്ത് ചെയ്തു. അപ്പോ ഇതല്ല, ഒന്നിലധികം ശിക്ഷകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിരിക്കുന്നു. ഈ ഹദീസുകൾ മുഴുവൻ വായിച്ചത് ഈ വിഷയം പറയാനല്ല, മറിച്ച് ഈ പറയപ്പെട്ട ഹദീസിലൊക്കെ 7 അർദീൻ എന്നുണ്ട്. 7 ഭൂമികൾ, 7 ഭൂമികൾ. 7 ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? താഴേക്കുള്ള 7 ഭൂമികൾ എന്നാണ്. ഇബ്നു കസീർ ഈ ആയത്ത് ഉദ്ധരിച്ച ശേഷം ഇതിന്റെ തഫ്സീറിൽ പറഞ്ഞു, വമൻ ഹമല ദാലിക അലാ 7 അഖാലീം, ആരെങ്കിലും 7 ഭൂമി എന്നാൽ 7 അഖാലീം, 7 വൻകരകൾ ഉണ്ടല്ലോ, കോണ്ടിനൻസ്, 7 ഏഷ്യ, ആഫ്രിക്ക എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയുന്നത് പോലെ 7 സ്ഥലങ്ങളാണ്, വൻകരകളാണെന്ന് ആരെങ്കിലും ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞാൽ ഫഖദ് അബഅദ അൻ-നജ്അ, അത് വളരെ തെറ്റായ ഒരു വാദമാണ്. വഖാലഫൽ ഖുർആന വൽ ഹദീസ ബിലാ മുസ്തനദ്, ഒരു തെളിവുമില്ലാതെ ഖുർആനിനും സുന്നത്തിനും എതിരാണ് അങ്ങനെയുള്ളവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉദ്ദേശിച്ച 7 ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 7 പ്രദേശങ്ങളോ വൻകരകളോ അല്ല, മറിച്ച് 7 താഴേക്കുള്ള 7 ഭൂമികൾ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, 7 ആകാശങ്ങളും 7 ഭൂമികളും അതിലുള്ളതും അതിനിടയിലുള്ളതുമെല്ലാം അള്ളാഹുവിന്റെ കുർസിയിൽ കൊണ്ടുവച്ചാൽ ഒരു മരുഭൂമിയിൽ വെച്ച ചെറിയൊരു വളയം പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മരുഭൂമി പോലെ ഉണ്ടാകും അള്ളാഹുവിന്റെ കുർസി, ചെറിയ മോതിരം പോലെ ഉണ്ടാകും 7 ആകാശങ്ങളും 7 ഭൂമിയും അതിലുള്ളതും അതിനിടയിലുള്ളതും. ഇതേ വ്യത്യാസം കൊണ്ട് അള്ളാഹിന്റെ അർശും അവന്റെ കുർസിയും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹു അതിനേക്കാളും മുകളിൽ ഏറ്റവും വലിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു അക്ബർ. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.